കോട്ടാത്തലയാണ് നമ്മളിപ്പോൾ ഉള്ളത്. കോട്ടാത്തലയിൽ വിവിധ ക്ഷേത്ര ഭാരവാഹികൾ നേതൃത്വമുള്ള ഒരു വലിയ പ്രതിഷേധ പരിപാടിയാണ് ഇപ്പോൾ കടന്നു വരുന്നത്. ഇവിടെ ക്ഷേത്രങ്ങളിൽ മൈക്ക് പ്രവർത്തിക്കുകയാണെങ്കിൽ ഉടനെ പോലീസിനെ വിളിച്ചു പറയുകയും ഇവിടെ പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്ന ഒരു സാമൂഹിക വിരുദ്ധനെതിരെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധ മാർച്ച് കടന്നു വരുന്നത്. നമുക്കറിയാം, കോട്ടാത്തലയിലും പരിസര പ്രദേശങ്ങളിലും ഏത് ക്ഷേത്രങ്ങളിൽ എന്ത് വിശേഷം വന്നാലും മൈക്ക് പ്രവർത്തിക്കുകയാണെങ്കിൽ ഉടനെ തന്നെ പോലീസിനെ വിളിച്ചു പറഞ്ഞ് ആ നിയമം ദുരുപയോഗം ചെയ്യുന്ന ആ രണ്ടുപേർക്കെതിരെയാണ് ഇപ്പോൾ വലിയ പ്രതിഷേധം കടന്നു വരുന്നത്. വിവിധ ക്ഷേത്രത്തിലെ ഭാരവാഹികളുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയവും എല്ലാം ജാതിയും മതവും എല്ലാം പറഞ്ഞ് എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടാണ് ഈ ഒരു പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും കോട്ടാത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ചിൽ നൂറുകണക്കിന് ആളുകളാണ് പങ്കെടുക്കുന്നത്. ഹൈന്ദവ വിശ്വാസികളാണ് പങ്കെടുക്കുന്നത്. നമുക്കറിയാം, കോട്ടാത്തലയിലെ ഉത്സവവും അല്ല എന്ത് വിശേഷം വന്നാലും ക്ഷേത്രങ്ങളിൽ നടക്കുന്ന പ്രോഗ്രാമുകളെ തച്ചുടയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടുകൂടി ഇവിടെയുള്ള രണ്ട് വ്യക്തികൾ ചേർന്ന് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധം ഇപ്പോൾ നാമജപ ഘോഷയാത്ര ഇപ്പോൾ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ്. നമുക്കറിയാം, കോട്ടാത്തലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ നിരവധി പ്രോഗ്രാമുകൾ ഇവിടെ നടന്നിരുന്നു. അമ്പലങ്ങളിൽ നടക്കുന്ന എന്ത് പ്രോഗ്രാം നടന്നാലും ഉടനെ തന്നെ ഫോട്ടോ എടുക്കുക, പോലീസിനെ വിളിക്കുക, അതിന്റെ ആ ഒരു നിയമം ദുരുപയോഗം ചെയ്യുന്ന ആ ഒരു സാമൂഹ്യ വിരുദ്ധനെതിരെയാണ് ഇപ്പോൾ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നൂറുകണക്കിന് ആളുകളാണ്, ഹൈന്ദവ വിശ്വാസികളാണ് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. എല്ലാ രാഷ്ട്രീയത്തിലുള്ള ആളുകളുണ്ട്, വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖരടക്കമുള്ള ആളുകൾ ഈ ഒരു പ്രോഗ്രാമിലുണ്ട്. കാരണം ക്ഷേത്രങ്ങൾ ആരാധനാലയങ്ങൾ എല്ലാവർക്കുമുള്ളതാണ്. ആരാധനാലയങ്ങളിൽ എന്ത് വിശേഷം വന്നാലും ഉടനെ പോലീസിനെ വിളിച്ച് വിവരമറിയിക്കുന്ന സാമൂഹ്യ വിരുദ്ധരെ ഒറ്റപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇങ്ങനെ ഒരു വലിയ പ്രതിഷേധം ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. നൂറുകണക്കിന് പ്രവർത്തകരാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം, കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നിരവധി പ്രോഗ്രാമുകൾ പല മേഖലകളിലായിട്ട് പല ക്ഷേത്രങ്ങളിലായിട്ട് നടന്നപ്പോൾ ആ ക്ഷേത്രങ്ങളിലെല്ലാം ആ ഒരു ആചാരങ്ങളെല്ലാം തച്ചുടയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഇവിടെയുള്ള സാമൂഹ്യ വിരുദ്ധരായിട്ട് രണ്ടുപേർ ചേർന്ന് നടത്തിയ ആ ഒരു പെരുമാറ്റത്തിൽ പ്രതിഷേധിച്ചുകൊണ്ടാണ് ഇപ്പോൾ വലിയ ഒരു പ്രതിഷേധം തന്നെ ഇപ്പോൾ എല്ലാവരും ചേർന്ന് ഇവിടെയുള്ള ഹൈന്ദവ കൂട്ടായ്മ ചേർന്നുകൊണ്ട് ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ബന്ധപ്പെട്ട പോലീസ് അധികാരികളൊക്കെ തന്നെ സംഭവ സ്ഥലത്തുണ്ട്. വളരെ വലിയ ഒരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ കോട്ടാത്തല ജംഗ്ഷനിൽ നടക്കുന്നത്. നമുക്കറിയാം, ഇവിടെ ഈയിടയ്ക്കാണ് നിരവധി ക്ഷേത്രങ്ങളിൽ, ഇവിടെ കോട്ടാത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, തണ്ണീർപ്പന്തൽ ക്ഷേത്രം, പണയൽ ദേവി ക്ഷേത്രം, വല്ലം ദേവി ക്ഷേത്രം, ചാവർകാവ്, ഇങ്ങനെ ഏത് ക്ഷേത്രങ്ങളിൽ എന്ത് വിശേഷം വന്നാലും ഉടനെ കോളാമ്പികൾ അഴിച്ചു വെക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് രണ്ട് സാമൂഹ്യ വിരുദ്ധർ, സാമൂഹ്യ ദ്രോഹികൾ ചേർന്ന് പോലീസിനെ വിവരമറിയിക്കുന്നു. പോലീസ് എത്തി കോളാമ്പിയൊക്കെ അഴിച്ചു വെക്കേണ്ടുന്ന സാഹചര്യം. അങ്ങനെ സഹികെട്ടാണ് ഇപ്പോൾ ഈ ഹിന്ദു വിശ്വാസികൾ, ഹൈന്ദവ വിശ്വാസികൾ എല്ലാവരും ജാതിയും രാഷ്ട്രീയവും മതവും എല്ലാം മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി ഈ ഒരു തെരുവിലേക്ക് ഇറങ്ങേണ്ടുന്ന സാഹചര്യത്തിലേക്ക് എത്തിയത്. വലിയൊരു പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ കോട്ടാത്തലയിൽ നടക്കുന്നത്. ഇതൊരു വ്യത്യസ്തമായ പ്രതിഷേധം തന്നെയാണ്. കാരണം ഇവിടെയുള്ള ഹൈന്ദവ വിശ്വാസികൾക്ക് ക്ഷേത്രങ്ങളിൽ പോകാൻ സമാധാനമായി പോയി തൊഴുവാൻ പറ്റാത്ത സാഹചര്യം. അങ്ങനെ വിവിധ ക്ഷേത്രങ്ങളിലെ ഭാരവാഹികളെല്ലാം കൂടെ ചേർന്നുകൊണ്ട് ഇവിടെയുള്ള രണ്ട് സാമൂഹ്യ വിരുദ്ധരെ ഒറ്റപ്പെടുത്തുക, ഇങ്ങനെയുള്ള ഈ സൈക്കോ മൈൻഡുള്ള ആളുകളെ നാട്ടിൽ നിന്നും തുരത്തി ഓടിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ഒരു വലിയ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. കോട്ടാത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ഈ ഒരു പ്രതിഷേധ മാർച്ചിൽ നൂറുകണക്കിന് പ്രവർത്തകർ പങ്കെടുക്കുന്നു. ഈ ഒരു പ്രതിഷേധം ഇപ്പോൾ കോട്ടാത്തല തണ്ണീർപ്പന്തൽ ദേവീ ക്ഷേത്രത്തിലേക്ക് എത്തിച്ചേരുകയാണ്. കാരണം ഇത് നമുക്കറിയാം, നാളുകളായിട്ട് ഇങ്ങനെയുള്ള ഈ ഒരു പ്രതിഷേധം ഉണ്ടാക്കുവാനുള്ള കാരണം എന്ന് വെച്ചാൽ ഇവിടെയുള്ള സ്ത്രീകൾക്കും അമ്മമാർക്കും മറ്റുള്ളവർക്കൊന്നും അമ്പലത്തിൽ പോയി സമാധാനമായി തൊഴാൻ പറ്റാത്ത സാഹചര്യം. അതിന് കാരണക്കാരായത് ഇവിടുത്തെ രണ്ട് സാമൂഹ്യ വിരുദ്ധരാണ്. അവർ ക്ഷേത്രങ്ങളിൽ മൈക്ക് പ്രവർത്തിച്ചാൽ ഉടനെ വിളിച്ച് പോലീസിനെ വിവരം അറിയിക്കുക, അങ്ങനെ സമാധാനമായി തൊഴാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയ ആ രണ്ട് സാമൂഹ്യ വിരുദ്ധരെ ഒറ്റപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് ഇപ്പോൾ ഹൈന്ദവ വിശ്വാസികൾ ചേർന്ന് ഇങ്ങനെയൊരു വലിയ പ്രതിഷേധം തന്നെ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഇത് വ്യത്യസ്തമായ ഒരു പ്രതിഷേധമാണെന്ന് തന്നെ നമുക്ക് പറയേണ്ടതായി വരും. കാരണം ഇവിടെയുള്ള ആളുകൾക്ക് സമാധാനമായി കഴിയണം, സമാധാനമായി ക്ഷേത്രങ്ങളിൽ പോയി തൊഴണം. അങ്ങനെ തൊഴുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ നിരവധി ക്ഷേത്ര ഭാരവാഹികൾ ചേർന്നുകൊണ്ടാണ് ഇങ്ങനെയൊരു വലിയ പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. ഒരുപക്ഷെ കോട്ടാത്തല, അതുപോലെ തന്നെ പണയൽ ദേവി ക്ഷേത്രം, ചാവർകാവ്, വെണ്ടാറ്, വല്ലം, അങ്ങനെ വിവിധ ക്ഷേത്രത്തിൽ നിന്നുള്ള ഭാരവാഹികളും അവിടെയുള്ള ആളുകളുമെല്ലാം ഈ ഒരു പ്രതിഷേധ പരിപാടിയിൽ പങ്കെടുത്തിരിക്കുകയാണ്. ഒരുപക്ഷെ നമുക്കറിയാം, വിശ്വാസികളേതാണ് ആ ക്ഷേത്രങ്ങളെ തച്ചുകുടയ്ക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് രണ്ട് സാമൂഹ്യ വിരുദ്ധർ ചേർന്നുകൊണ്ട് ഇങ്ങനെയൊരു
പ്രശ്നമുണ്ടാക്കിയത്. അതായത് ക്ഷേത്രങ്ങളിൽ മൈക്ക് പ്രവർത്തിച്ചാൽ ഉടനെ വിളിച്ച് പോലീസിനെ വിവരം അറിയിക്കുന്നു. അങ്ങനെ പോലീസ് എത്തുന്നു, കോളാമ്പി അടിച്ചു വെക്കുന്നു, മൈക്ക് സെറ്റുകൾ പിടിച്ചെടുക്കുന്നു. അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായപ്പോൾ സഖികെട്ടാണ് ഇവിടെയുള്ള ഹൈന്ദവ വിശ്വാസികൾ ചേർന്ന് രാഷ്ട്രീയവും ജാതിയും എല്ലാം മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായി നിന്നൊരു വലിയ പ്രതിഷേധം നടത്തിയത്. പ്രതിഷേധം തണ്ണീർപ്പന്തൽ ദേവീക്ഷേത്രത്തിൽ എത്തിച്ചേർന്നിരിക്കുന്നു. പ്രതിഷേധം തുടങ്ങിയത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നാണ്. അവിടെ നിന്ന് ആരംഭിച്ച ആ ഒരു പ്രതിഷേധ മാർച്ച് ഇപ്പോൾ കോട്ടാത്തല തണ്ണീർപ്പന്തൽ ദേവീക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. തീർത്ഥം എടുക്കുക. എന്താണ് ഈ പരിപാടിയെ പറ്റി പറയാനുള്ളത്? ഇത് പറഞ്ഞ അമ്പലങ്ങളിൽ കാലാകാലങ്ങളിൽ നടന്നുവരുന്ന കാര്യങ്ങളല്ലേ. അതെ പിന്നെ അതാ ഇതെന്നെ ചെയ്യേണ്ടതായിരുന്നില്ലേ ആൾക്കാർ? അത് ശരിയാ, വലിയൊരു വിപത്താണല്ലേ. ശരിയേട്ടാ. എന്തായാലും എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി നിന്ന് പ്രതിഷേധിക്കുകയാണ്. നമുക്കറിയാം ഈ കോട്ടാത്തല തണ്ണീർപ്പന്തൽ ദേവീക്ഷേത്രം, കോട്ടാത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, ചാവർകാവ്, അങ്ങനെ ഏത് ക്ഷേത്രങ്ങളിൽ എപ്പം മൈക്ക് പ്രവർത്തിച്ചാലും അത് വിളിച്ച് പോലീസിനെ അറിയിച്ചുകൊണ്ട് ആ ഒരു മൈക്കുമായി ബന്ധപ്പെട്ട നിയമം ദുരുപയോഗം ചെയ്യുന്ന രണ്ട് സാമൂഹ്യ വിരുദ്ധർക്കെതിരെ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ ഇവിടെയുള്ള ഹൈന്ദവ സമൂഹത്തിന്റെ ഭാഗത്ത് നിന്നും ഉയരുകയാണ്. നിരവധി ആളുകളാണ് ഇപ്പോൾ സല്ലണ്ണ എന്താണ് പറയാനുള്ളത്? കാരണം ഇങ്ങനെയൊക്കെ നാളുകളായിട്ട് എന്തോ നടക്കുന്നത് വളരെ ഭയങ്കരമായ ഒരു ജനക്കൂട്ടമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. വളരെ ഭക്തരും എല്ലാവരും കൂടിയ ഒരു പരിപാടിയിലാണ് നമ്മൾ പങ്കെടുക്കുന്നത്. അത് വളരെ വിജയമായിരുന്നു. എല്ലാവരും ഉണ്ട്, എല്ലാവരും ഉണ്ട്, ജാതിമത ഭേദമന്യേ എല്ലാവരും ശരിയാ. ഇങ്ങനെ ക്ഷേത്ര ആചാരങ്ങളെ ഒക്കെ തച്ചുടയ്ക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കെതിരെ ശക്തമായ ആ ഒരു താക്കീത് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വലിയ പ്രതിഷേധം തന്നെ നടക്കുന്നത്. അതുപോലെ എന്താണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ളത്? ഇപ്പോൾ എപ്പം തുടങ്ങിയതായത് അല്ലേ? നമ്മൾ ഈ മൈക്കിൻ്റെ വിഷയം 4 വർഷമായി തുടങ്ങി വെച്ചിട്ടുണ്ട്. ആദ്യം നമ്മുടെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ തുടങ്ങി. അവിടെ പിന്നെ കഴിഞ്ഞ അവസാനം ഈ പ്രതിഷേധ സംഗമത്തിൽ പങ്കെടുക്കാൻ വന്നിട്ടുള്ള മുഴുവൻ പേരും ഈ സ്റ്റേജിന് മുൻപിൽ ക്രമീകരിച്ചിരിക്കുന്ന കസേരകളിലേക്ക് കടന്നിരിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. കോട്ടാത്തലയിലെയും പരിസര പ്രദേശങ്ങളിലെയും 15ഓളം ക്ഷേത്രങ്ങൾ ചേർന്നാണ് ഈ ഒരു കൂട്ടായ്മ രൂപീകരിച്ചിട്ടുള്ളത്. ആ കൂട്ടായ്മയിൽ ഉൾപ്പെട്ട ക്ഷേത്രങ്ങളുടെ പ്രധാനപ്പെട്ട ഭാരവാഹികൾ മാത്രം ഈ സ്റ്റേജിൽ പ്രവർത്തിക്കുകയാണ്. കോട്ടാത്തലയിലെയും പരിസര പ്രദേശങ്ങളിലെയും ക്ഷേത്രങ്ങളിൽ മൈക്ക് പ്രവർത്തിച്ചാൽ ഉടനെ പോലീസിനെ വിവരം അറിയിച്ച് മൈക്ക് ഓഫാക്കുവാൻ പറഞ്ഞ് ഇവിടെ ഈ ഒരു ക്ഷേത്ര ആചാരങ്ങൾക്ക് പോലും വിള്ളലുണ്ടാക്കുന്ന തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാക്കുന്ന രണ്ട് സാമൂഹ്യ വിരുദ്ധർക്കെതിരെയാണ് ഇപ്പോൾ വലിയൊരു പ്രതിഷേധം ഇപ്പോൾ കടന്നു വന്നിരിക്കുന്നത്. കോട്ടാത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ആ ഒരു പ്രതിഷേധ മാർച്ച് ഇപ്പോൾ കോട്ടാത്തല തണ്ണീർപ്പന്തൽ ദേവീക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നത്. 100 കണക്കിന് ഹൈന്ദവ വിശ്വാസികളാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുത്തിരിക്കുന്നത്. ഒരുപക്ഷെ നമുക്കറിയാം, എവിടെ മൈക്ക് പ്രവർത്തിച്ചാലും ഉടനെ തന്നെ വിളിച്ച് പോലീസിനെ അറിയിക്കുക. ഈ ഒരു മൈക്കുമായി ബന്ധപ്പെട്ട നിയമം ദുരുപയോഗം ചെയ്യുന്നവർക്കെതിരെയുള്ള ശക്തമായ ഒരു താക്കീതാണ് ഇപ്പോൾ ഇവിടെയുള്ള ആളുകളുടെ ഭാഗത്ത് നിന്നും ഉള്ളത്. അപ്പോൾ കൃത്യമായി ഇവിടെയുള്ള രാഷ്ട്രീയവും ജാതിയും എല്ലാം മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് എല്ലാവരും ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. കോട്ടാത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച പ്രതിഷേധ മാർച്ച് ഇപ്പോൾ തണ്ണീർപ്പന്തൽ ദേവീക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ്. നിരവധി ആളുകളാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഇവിടെ നമുക്കറിയാം, ഇവിടെ ക്ഷേത്രങ്ങളിലേക്ക് തന്നെ ആചാരമൊക്കെ നാളുകളായിട്ട് നടന്നു പോവുകയാണ്. ഇപ്പോൾ മൈക്ക് നിർത്തിവെക്കാൻ പറയുന്നു. അങ്ങനെ മൈക്കൊക്കെ പോലീസിനെ കൊണ്ട് പിടിപ്പിക്കുന്നു. മാത്രമല്ല, ഇനി മണിയടി പോലും നിർത്തിവെക്കണം എന്നുള്ള ആ ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകും എന്നുള്ളതുകൊണ്ട് അതിന് കൃത്യമായ രീതിയിലാണ് ഇവിടെയുള്ള ഭക്തജനങ്ങളെ എല്ലാം കൂടെ അണിനിരത്തിക്കൊണ്ട് ഇവിടെയുള്ള ആളുകൾ, ക്ഷേത്ര ഭാരവാഹികൾ കൃത്യമായി ഇടപെട്ടുകൊണ്ട് വലിയൊരു പ്രതിഷേധം തന്നെ ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രതിഷേധം ഇപ്പോൾ കോട്ടാത്തല തണ്ണീർപ്പന്തൽ ദേവീക്ഷേത്ര പരിസരത്ത് എത്തിയിരിക്കുന്നു. നിരവധി ആളുകളാണ്, എല്ലാവരും നമുക്കിവിടെ കാണാൻ കഴിയുന്നുണ്ട്. കാരണം ഇവിടെ ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളെ പോലും ഇല്ലാതാക്കുന്ന തരത്തിലാണ് രണ്ട് സാമൂഹികർ, അതും ക്ഷേത്രത്തിന്റെ മുന്നിൽ താമസിച്ചുകൊണ്ടാണ് ഇങ്ങനെയുള്ള പ്രവർത്തനം നടത്തിയത്. അതുകൊണ്ട് തന്നെ ഒരു ശക്തമായ താക്കീത് തന്നെയാണ് ഇപ്പോൾ ഇവിടെയുള്ള നാട്ടുകാരുടെ അല്ലെങ്കിൽ ഭക്തജന കൂട്ടായ്മയുടെ ഭാഗത്ത് നിന്നും ഉള്ളത് എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ട് നമുക്ക് പറയാനുള്ളത്. 100 കണക്കിന് ഭക്തജനങ്ങളാണ് ഇവിടെ, സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും അടക്കം നിരവധി ആളുകളാണ് ഇവിടേക്ക് ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത്. ഒരുപക്ഷെ ഈ ഒരു ശക്തമായ പ്രതിഷേധം എല്ലാവർക്കും ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധർക്കുള്ള ഒരു താക്കീതായി മാറട്ടെ. ഇപ്പോൾ അതിന്റെ ആ ഒരു തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. തണ്ണീർപ്പന്തൽ ദേവീക്ഷേത്ര പരിസരത്ത് നിന്നും നിരവധി സംഭവങ്ങൾ, പല മേഖലകളായിട്ടും നിരവധി പ്രതിഷേധങ്ങൾ രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗത്തു നിന്നും പലരുടെയും ഭാഗത്തു നിന്നും ഉണ്ടാകുമ്പോൾ ഈ ഒരു പ്രതിഷേധം വ്യത്യസ്തമായ ഒരു പ്രതിഷേധമാണ്. കാരണം ഈ ഒരു പ്രതിഷേധം ഇവിടെ
ഇവിടെയുള്ള ഹൈന്ദവ വിശ്വാസികൾക്ക് ക്ഷേത്രങ്ങളിൽ കടന്നു പോകുവാൻ വേണ്ടി അവർക്ക് സമാധാനമായി നിന്ന് തൊഴാൻ വേണ്ടിയൊക്കെയുള്ള ആ ഒരു പ്രതിഷേധം തന്നെയാണ്. കാരണം ഒരുപക്ഷെ ഈ ഒരു പ്രതിഷേധം കൊണ്ട് ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധർക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള സൈക്കോ മൈൻഡുള്ള ആളുകൾക്കൊരു വലിയ ശക്തമായ താക്കീത് തന്നെയാകട്ടെ. ആദ്യം ഈ ഒരാളായിരുന്നു ഈ ഇങ്ങനെ ക്ഷേത്രങ്ങളെ അപകീർത്തിപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ ക്ഷേത്രങ്ങളെ ഒക്കെ തന്നെ ആദ്യം ആറ്റുകാൽ പൊങ്കാലയിടുന്നവരെ അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നീട് ക്ഷേത്രങ്ങളിൽ ഈ മൈക്ക് പ്രവർത്തിച്ചാൽ അവിടെ ഫോട്ടോ എടുക്കുക, അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നിയമം ദുരുപയോഗം ചെയ്യുക, അങ്ങനെ ദുരുപയോഗം ചെയ്യുന്ന ആളുകൾക്കുള്ള ശക്തമായ താക്കീത് തന്നെയാണ് ഇവിടെയുള്ള ഹൈന്ദവ സമൂഹം രാഷ്ട്രീയവും ജാതിയും മറന്നുകൊണ്ട് ഇപ്പോൾ നടത്തിയിരിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് നമ്മൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുന്നത്. മഴയെ പോലും അവഗണിച്ചുകൊണ്ട് നൂറുകണക്കിന് ഭക്തജനങ്ങളാണ് എത്തിയത്. നിരവധി അമ്മമാരടക്കമുള്ള ആളുകൾ ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരുപക്ഷെ നമുക്ക് അറിയാം ഈ ഒരു വലിയ പ്രതിഷേധത്തിന് ഇവിടെ രാഷ്ട്രീയമൊന്നും നോക്കുന്നില്ല. കാരണം രാഷ്ട്രീയവും ജാതിയും എല്ലാം മറന്നുകൊണ്ട് ഒറ്റക്കെട്ടായിട്ട് നിന്നാണ് എല്ലാ ആളുകളും ഈ ഒരു കാര്യത്തെ വളരെ ഗൗരവത്തിൽ തന്നെ കാണുന്നത് എന്നുള്ളതാണ് വളരെ പ്രധാനമായിട്ടും നമുക്ക് പറയാനുള്ളത്. നിരവധി ഭക്തജനങ്ങളാണ്, ഹൈന്ദവ വിശ്വാസികളാണ് ഈ ഒരു പരിപാടിയിൽ പങ്കെടുക്കുന്നത്. ഏതായാലും ഇത് ഒരു ശക്തമായ താക്കീത് തന്നെ ആകട്ടെ എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഏതായാലും എന്താണ് അമ്മ പറയാനുള്ളത്? ഇങ്ങനെയൊക്കെ പറയാനുള്ളത്, രാവിലെ വെളുപ്പിനെ ഒരു നാമം കേൾക്കുന്നില്ല, പിന്നെ അത് കഴിഞ്ഞ് വായന കേൾക്കാൻ ഒക്കുന്നില്ല, താഴെ അമ്പലത്തിലും മേലെ അമ്പലത്തിലും അങ്ങനെയുള്ള ബുദ്ധിമുട്ടൊക്കെ ഉണ്ട്. അതുകൊണ്ടാണ് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് നിന്നത്. വെളുപ്പിനെ ഒരു നാമം കേൾക്കുന്ന നമുക്കൊരു ഉണർച്ചയ്ക്ക് ഒരു എളുപ്പമാണ്. ഇതിപ്പോ അനക്കമേ ഇല്ല. ഇനിയിപ്പോ മണി അടിക്കുക പോലും നിർത്തിവെക്കാൻ പറയും. ചില ആളുകളെ ഉള്ളല്ലേ, ഒന്ന് രണ്ട് വ്യക്തികളാണല്ലേ. അതാണ് ചേച്ചി പറയാനുള്ളത്. നിങ്ങൾക്ക് ഈ ഒരു പ്രതിഷേധം കൊണ്ട് അല്ലേ ഇതിനൊരു മാറ്റം വരണം. വെളുപ്പിനെ ഒരു നാമം കേൾക്കുന്നത് നമുക്കൊരു നല്ല ഒന്ന് ഉണരുന്നതിനും ആ നാമം കേൾക്കുമ്പോൾ പെട്ടെന്ന് ഉണരാം. ഇപ്പൊ അനക്കമേ ഇല്ല. മറ്റെങ്ങും നമ്മൾ കേട്ടിട്ട് പോലും ഇല്ലല്ലേ നാളുകളായിട്ടുള്ള. ഇപ്പൊ ഈയിടയ്ക്കല്ലേ ഈ ഒരു സംഭവം ഈ ഒരു വ്യക്തിയേ ഉള്ളൂ. അത് ശരിയാണ്. ഇപ്പൊ ഒന്ന് രണ്ട് പേര് ഇപ്പം അവർക്ക് സപ്പോർട്ടായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതും ക്ഷേത്രത്തിന്റെ മുന്നിൽ താമസിച്ചുകൊണ്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. വരുന്നത് ആയിരുന്നു വരുന്നത്. അതെ. ആദ്യം അവൻ പറഞ്ഞത് ആറ്റുകാലിൽ പൊങ്കാലയിടുന്നവരെ എല്ലാം അറസ്റ്റ് ചെയ്യണമെന്നാണ് ആദ്യം അവൻ പറഞ്ഞത്. അങ്ങനെയാണ് ആദ്യം പറഞ്ഞത്. പൊങ്കാലയിടാൻ ഏതെല്ലാം നാട്ടിൽ, നമ്മുടെ നാട്ടിൽ നല്ല വെളിരാജ്യത്തുനിന്നാ വരുന്നത് പൊങ്കാലയിടാൻ. എന്തായാലും ഇത് എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങിയതുകൊണ്ട് ഇതിനൊരു പ്രതിവിധി കാണുമായിരിക്കും. ശരി. എന്തായാലും ഹൈന്ദവ വിശ്വാസികളെല്ലാം ശക്തമായ പ്രതിഷേധങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. കാരണം നിരവധി സ്ത്രീകളും കുട്ടികളും അതുപോലെ തന്നെ പുരുഷന്മാരടക്കമുള്ള ആളുകൾ ഈ ഒരു പ്രോഗ്രാമിൽ ഇപ്പോൾ പങ്കെടുക്കുകയാണ്. കാരണം ഇവിടെയുള്ള ഹൈന്ദവ വിശ്വാസികൾക്ക് ക്ഷേത്രങ്ങളിൽ പോയി സമാധാനമായി നിന്ന് തൊഴാനോ അല്ലെങ്കിൽ മറ്റ് വഴിപാടുകൾ നടത്തുവാനോ പറ്റാത്ത സാഹചര്യം. ക്ഷേത്രങ്ങളിൽ നിന്നുള്ള മൈക്ക് സെറ്റുകൾ ഓഫാക്കുക, അതുപോലെ തന്നെ ഏത് ക്ഷേത്രത്തിൽ മൈക്ക് സെറ്റ് പ്രവർത്തിച്ചാലും ഉടനെ പോലീസിനെ വിളിച്ചു പറയുക. അങ്ങനെ പോലീസിനെ വിളിച്ചു പറഞ്ഞ് മൈക്ക് ഓഫാക്കിപ്പിക്കുന്ന സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇനി വരും ദിവസങ്ങളിൽ അതുമായി ബന്ധപ്പെട്ട് ഒരു മാറ്റമുണ്ടാകണമെന്നുള്ള ആ ഒരു ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഹൈന്ദവ സമൂഹം ഇങ്ങനെയൊരു വലിയ പ്രതിഷേധത്തിന് നേതൃത്വം കൊടുത്തത്. ഒരുപക്ഷെ നമുക്കറിയാം കഴിഞ്ഞ മാസങ്ങളിലൊക്കെ തന്നെ ഒരുപാട് പൂജകളൊക്കെയായി ബന്ധപ്പെട്ട് ഏത് ക്ഷേത്രത്തിൽ ഈ കോട്ടാത്തലയുമായി ബന്ധപ്പെട്ട് എവിടെ മൈക്ക് പ്രവർത്തിച്ചാലും ഉടനെ തന്നെ പോലീസിനെ വിളിച്ചു പറയുന്നു. അങ്ങനെ മൈക്ക് സെറ്റുകളൊക്കെ തന്നെ പോലീസ് വന്ന് കൊണ്ടുപോകുന്നു. അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ടുകളാണ് ആളുകൾ അനുഭവിച്ചു വന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു വ്യക്തിയാണ് ഇതിന് നേതൃത്വം കൊടുത്തത്. പിന്നീട് മറ്റ് രണ്ടുപേരും കൂടെ ഇതിന് ഒപ്പം ചേരുകയായിരുന്നു. അങ്ങനെ ക്ഷേത്രങ്ങളുടെ ആചാരങ്ങളെ ഉൾപ്പെടെ തച്ചുടയ്ക്കുന്ന തരത്തിലുള്ള പ്രവൃത്തി ചെയ്തവർക്കെതിരെ ശക്തമായ താക്കീതാണ് ഇപ്പോൾ ഇവിടെയുള്ള ഹൈന്ദവ സമൂഹത്തിന്റെ ഭാഗത്തു നിന്നും ഇപ്പോൾ നടന്നിരിക്കുന്നത് എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തയാണ് പുറത്തു വരുന്നത്. ചേട്ടാ ഇതൊക്കെ എന്താ പറയാനുള്ളത്? കാരണം അമ്പലങ്ങളിൽ മൈക്കിട്ട് കഴിഞ്ഞാൽ പ്രശ്നം, മണിയടിച്ചാൽ പ്രശ്നം, എല്ലാം വലിയ പ്രശ്നങ്ങളായിരുന്നു. ഇതിപ്പോ കാലാകാലങ്ങൾ നേരത്തെ ഉള്ളതാ. ഇത് മാത്രമൊന്നുമല്ല. അല്ല, അത് ശരിയാണ്. വർഷങ്ങൾക്ക് മുമ്പേ ആ പ്രവർത്തനമാണ് നടക്കുന്നത്. ഇപ്പോൾ ചില ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടായിട്ടിരിക്കുക. അത് ശരിയായ ഒരു പ്രവണതയല്ല. മറ്റു ക്ഷേത്രങ്ങളിലെ കൊട്ടാരക്കര പിന്നെ മറ്റ് വലിയ വലിയ ക്ഷേത്രങ്ങളിലൊക്കെ ഈ മൈക്ക് പ്രവർത്തിക്കുന്നത് ആർക്കും ഒരു പ്രശ്നമില്ല. ഇവിടെ ഈ കോട്ടാത്തല പ്രദേശത്ത് മാത്രമേ ഉണ്ട്. അതേ ഉണ്ട്. അവർക്ക് മാത്രം വലിയ ബുദ്ധിമുട്ടാണ്. അത് മാറിക്കിട്ടണം. അതാണ് നമ്മുടെ ഏറ്റവും വലിയ കാര്യം എന്ന് പറയുന്നത്. ഈ പ്രതിഷേധം കൊണ്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടാവുക ചേട്ടാ? തീർച്ചയായിട്ടും മാറ്റം വരണമെന്നുള്ളതാണ് നമ്മുടെ വിശ്വാസം. കാരണം എന്ന് പറയുന്നത് ഇത് തെറ്റായ ഒരു പ്രവണതയാണിത്. ഒന്നോ രണ്ടോ മൂന്നോ വ്യക്തികൾ ചേർന്ന് കാണിക്കുന്ന ഇത്തരം പരിപാടികൾ ശരിയല്ല, സമൂഹത്തെ നശിപ്പിക്കത്തേ ഉള്ളൂ. അതാണ് നമുക്ക് കേട്ടുകേൾവി പോലും ഇല്ലാത്ത കാര്യങ്ങളാണ്. എല്ലാ ആളുകളും വലിയ രോക്ഷാകുലാണ്. കാരണം അവരെല്ലാം പറയുന്നത് ഈ ഒരു ക്ഷേത്രത്തിൽ ഈ കോട്ടാത്തലയായാലും പണയിലായാലും മല്ലത്തായാലും ക്ഷേത്രങ്ങളിലെല്ലാം ആണല്ലേ. രണ്ട് വാക്ക് പറയാം. എന്താണ് ഈ ഒരു ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്? കാരണം നമ്പർ തരാം. അമ്പലത്തിൽ ഉറച്ച് പാട്ട് കേൾക്കണം. ഇപ്പൊ ഈ ഇടയ്ക്കാണ് അതൊക്കെ കേട്ടാണ് നമ്മൾ ഉണരുന്നതൊക്കെ അല്ലേ? കേൾക്കണം. അത് ശരിയാണ്. കേൾക്കാനില്ല. അത് ശരിയാണ്.
അറിയത്തില്ല, ഒന്നാം തീയതി വന്നാൽ അറിയത്തില്ല, അത് ശരിയാ. ഒന്നോ രണ്ടോ വ്യക്തികളാണ് ഇതിന്റെ പിന്നിൽ അല്ലേ? ഞങ്ങളുടെ അമ്പലങ്ങളിലെ എല്ലാ കാര്യങ്ങളും ഞങ്ങൾക്ക് അതിൽ വലിയ താല്പര്യമുണ്ട്. അത് ശരിയാ. ചെയ്യുന്നവർക്ക് എതിരെ കർശനമായിട്ട് അവർക്ക് നടപടി ഉണ്ടാവും. ഇന്നിപ്പോ മൈക്ക് നിർത്താനാ പറയാം, നാളെ മണിയടി നിർത്താൻ പറയും, പൂജ നിർത്താൻ പറയും, പലതും പറയും. ഇപ്പം പാടില്ലെന്ന് പറയുന്നു. മൈക്ക് മാർഗത്തിലൂടെയാണ് നമ്മൾ ഞങ്ങൾ അതിനെന്ത് ശക്തമായിട്ടുള്ള ഞങ്ങൾ അതെ, ഇപ്പൊ ഈ കർക്കിടക മാസമൊക്കെ നമുക്ക് രാമായണ മാസമാണ്, മൈക്കൊന്നും പുറത്ത് കേൾക്കാൻ പോലും പറ്റാത്ത സാഹചര്യമാണല്ലേ? അത് വേറെങ്ങും ഇല്ല, കോട്ടാത്തലയിലും ഈ പരിസരങ്ങളിൽ മാത്രമേ ഉള്ളൂ. അത് ശരിയാ, മൈക്ക് കേൾക്കണം. ഈ ഒരു പ്രതിഷേധം കൊണ്ട് ഒരു മാറ്റം ഉണ്ടാവുമോ? ഉണ്ടാവണം, കാരണം എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇറങ്ങി. ഇതിനൊക്കെ എന്നോട് യോജിക്കുന്ന ഒന്നോ രണ്ടോ വ്യക്തികൾ മാത്രമേ ഉള്ളൂ. പറ്റത്തില്ല. അതാണ് ഇതെന്തായാലും ഒരു വലിയൊരു പ്രതിഷേധം തന്നെ അല്ലേ? ഈ രാഷ്ട്രീയവും ജാതി എല്ലാം മറന്ന് എല്ലാവരും ഉണ്ട്. എല്ലാവരും ഇത്ര മഴയായിട്ട് ഒരു ഇത്രയും പേര് വന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാല് എന്താ കേരളത്തിലെ മുഖ്യനില്ലേ അങ്ങനെയാണ് ഈ പെഴയാളികളെ പിടിച്ച് അകത്തിടാൻ ഈ ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ ഗൂണ്ടകളുടെ തോന്നിവാസം നിർത്താം. അവരെയൊക്കെ പ്രസവിച്ചപ്പോ ഒരു അമ്മ ദൈവത്തിനെ ഒരുപാട് വിളിച്ചതാ. എന്നിട്ടാണ് മനസ്സിലായില്ലേ? അത് പറഞ്ഞാൽ മതി. അത്രേ ഉള്ളൂ. അതാണ് എന്താണ് പറയാനുള്ളത്? കാരണം അമ്പലങ്ങളിൽ പോയിട്ട് നമുക്ക് തൊഴാൻ പോലും പറ്റാത്ത സാഹചര്യം, അല്ലെങ്കിൽ ഒരു നാമം കേൾക്കാൻ പറ്റാത്ത സാഹചര്യം, ഉറച്ചൊന്നും പ്രാർത്ഥിക്കാൻ പോലും പറ്റത്തില്ല. ജപം വിളിച്ച് പോലീസിനോട് പറയും. ഞാൻ പോയി 30 ദിവസം രാമായണം കേൾക്കണം. നവാകം തുടങ്ങിയാൽ തന്നെ എന്റെ വീട്ടുകാർക്ക് ഇവിടെ ഗ്രീഷ്മയുടെ വീട്ടുകാർക്ക് അവിടെ എന്റെ വീട് എനിക്ക് രാമായണം കേട്ടേ വെക്കൂ. ഞാൻ ഇങ്ങനെ പരീക്ഷ ആയാൽ പോലും ഞാൻ മൈക്ക് വെക്കും. അജയനെ കൊണ്ട് പാകിസ്ഥാനല്ല, ഇത് കേരളമാണെന്ന് ആലോചിച്ചോളാം. ഇത് കേരളമാണ്, ഇത് പാകിസ്ഥാനല്ല. മുഖ്യനോട് പറഞ്ഞേക്കണം. ഏതായാലും വലിയ പ്രതിഷേധം തന്നെയാണ് ഇപ്പോൾ ആളുകളുടെ ഭാഗത്തു നിന്നൊക്കെ ഉള്ളത്. എന്താണ് പറയാനുള്ളത്? കാരണം ഇതൊക്കെ മൈക്ക് ഓഫ് ആക്കണം. ഞാൻ മുള്ളിക്കാല ക്ഷേത്രത്തിന്റെ സെക്രട്ടറി ഭാരവാഹിയാണ്. അവിടെ ക്ഷേത്രത്തിനെതിരെയും പരാതി നൽകി, വ്യാജ പരാതി സൗണ്ട് ഇല്ലാഞ്ഞിട്ട് തന്നെ ക്ഷേത്രത്തിലെ സൗണ്ട് സിസ്റ്റം മൊത്തം അഴിച്ചു സാഹചര്യം ഉണ്ടാക്കി. അത് കഴിഞ്ഞിട്ട് ക്ഷേത്രത്തിന്റെ ഫോട്ടോ എടുത്തിട്ട് ഫേസ്ബുക്കിലൊക്കെ അവഹേളിക്കുന്ന രീതിയിൽ ട്രോളൊക്കെ ഉണ്ടാക്കിയൊക്കെ ചെയ്തിട്ടുണ്ട്. ഇയാളുടെ ഉദ്ദേശം ശബ്ദമലിനീകരണത്തിനെതിരെയാണെന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിലെ ശബ്ദം മാത്രമല്ലല്ലോ ശബ്ദമലിനീകരണത്തിൽ പെടുന്നത്, ബാക്കിയുള്ള അതിനെതിരെ എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല? അതാണ് ഹൈന്ദവ ആരാധനാലയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇപ്പം അല്ലേ? അത് മാത്രമാണ് ഇയാൾ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ യോഗ നടപടികൾ ആരംഭിക്കുകയാണ്. ഈ യോഗത്തിന്റെ അധ്യക്ഷനായി ശക്തമായ പണയിൽ ദേവി ക്ഷേത്രത്തിന്റെ സെക്രട്ടറി ശ്രീ ഷാജി അവരെ ആദരപൂർവ്വം ക്ഷണിച്ചോളൂ. കോട്ടാത്തല തണ്ണീർപ്പന്തൽ ദേവീക്ഷേത്രത്തിലാണ് ഇപ്പോൾ ഒരു വലിയ പ്രതിഷേധം നടക്കുന്നത്. നമ്മുടെ പ്രതിഷേധ സംഗമം ആരംഭിക്കുകയാണ്. ആദ്യമായി ഈശ്വര പ്രാർത്ഥന. കോട്ടാത്തലയിലും പരിസര പ്രദേശങ്ങളിലും ക്ഷേത്രങ്ങളിലൊക്കെ തന്നെ എന്ത് വിശേഷം വന്നാലും മൈക്കുകൾ അഴിച്ചുവെക്കുക, അല്ലെങ്കിൽ മൈക്കിനെതിരെയൊക്കെ തന്നെ ശക്തമായ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന മൈക്ക് ഓഫാക്കണം, അതുപോലെ തന്നെ അങ്ങനെയൊക്കെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ച് വലിയ ഇവിടെ ഒരു പ്രശ്നമുണ്ടാക്കുന്ന ആളുകൾക്ക് ശക്തമായ താക്കീത് നൽകിക്കൊണ്ടുള്ള ഒരു വലിയ പ്രതിഷേധമാണ് ഇപ്പോൾ കോട്ടാത്തല തണ്ണീർപ്പന്തൽ ദേവീക്ഷേത്രത്തിൽ നടക്കുന്നത്. ബഹുമാനപ്പെട്ട യോഗത്തിന്റെ അധ്യക്ഷൻ ഇവിടെ ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട മെമ്പറും പടയിൽ ഭൂതത്താമ്പുകൾ ഉള്ളിക്കാര തുടങ്ങിയ ക്ഷേത്രങ്ങളുടെ ഭാരവാഹിയുമായ ശ്രീകുമാർ, ബഹുമാന്യരായ കോട്ടാത്തലയുടെ വിവിധ പ്രദേശങ്ങളിലും നമ്മുടെ സമീപ പ്രദേശങ്ങളിലെയും ക്ഷേത്രത്തിൻ്റെ ഭാരവാഹികളെ, ഇന്ന് ഈ നാമജപയാത്ര ഇത്രയും വിജയിപ്പിക്കാനായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന ബഹുമാന്യ ഭക്തജനങ്ങളെ, ഇന്ന് ഈ തരത്തിലൊരു പ്രതിഷേധ സംഗമം, വിശ്വാസി പ്രതിഷേധ സംഗമം ഇവിടെ ഉടലെടുത്തത് എന്തുകൊണ്ടാണെന്ന് നമുക്ക് ഏവർക്കും അറിയാം. ഈ തണ്ണീർപ്പന്തൽ ക്ഷേത്രത്തിൽ കഴിഞ്ഞ 4 വർഷമായി നിരന്തരം പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. വൃശ്ചിക മാസ വിളക്കുൾപ്പെടെ നവാഗത്തിനായാലും ശിവരാത്രിക്കായാലും ഈ ക്ഷേത്രത്തിലൊരു പരിപാടി നടക്കുമ്പോൾ പോലീസ് വരാത്തതായ ഒരു പരിപാടികളുമില്ല.
ഇവിടുത്തെ 1 or 2 പേരടങ്ങുന്ന ഒരു സംഘത്തിന്റെ ഉത്സവ ശ്രമം കൊണ്ടാണ് പോലീസ് ഇവിടെ വരുന്നത്. പല പ്രാവശ്യം ഈ പറയുന്ന വ്യക്തികളുമായി ക്ഷേത്ര ഭാരവാഹികളും ബഹുമാന്യരായ പഞ്ചായത്ത് മെമ്പർ ശ്രീകുമാർ ഉൾപ്പെടെയുള്ള ആൾക്കാർ നിരന്തരം ചർച്ചയ്ക്ക് തയ്യാറായെങ്കിലും അദ്ദേഹം ഇതിൽ നിന്ന് പിന്മാറുവാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ബഹുമാനപ്പെട്ട കൊട്ടാരക്കര SIയുടെയും ബഹുമാനിയുടെയും നേതൃത്വത്തിൽ പോലും ഞങ്ങൾ സമാധാന ചർച്ച കേസുമായിട്ട് ബന്ധപ്പെട്ട് അവിടെ നിർത്തി ഇതിന് പിന്മാറിക്കൂടെ എന്നുള്ള രീതിയിൽ കൂടെ സംസാരിച്ചതാണ്. ഇവിടെ പലരും ചില ഫേസ്ബുക്ക് പോസ്റ്റുകളിൽ കൂടി ചോദിക്കുന്നുണ്ട്, നാട്ടിൽ നടക്കുന്ന ഈ കാര്യങ്ങൾ ഇതുപോലെ വലിയ പ്രക്ഷോഭത്തിലേക്ക് നീങ്ങണമോ, അവരുമായി സംസാരിച്ച് തീർത്തൂടെ എന്ന്. നിരവധി തവണ വിശേഷിച്ച് താഴെ അമ്പലത്തിന്റെ പ്രതിനിധി ശ്രീ മോഹൻ ഉൾപ്പെടെ ഉള്ള ആൾക്കാർ അവരുമായിട്ട് സംസാരിച്ചതാണ്. അന്നൊന്നും ഇതിന് തയ്യാറാകത്തില്ല, മൈക്ക് പ്രവർത്തിക്കാനേ പറ്റത്തില്ല എന്നുള്ള രീതിയിൽ കൂടെയുള്ള സമീപനമാണ് ഈ വ്യക്തികളിൽ നിന്ന് നമുക്കുണ്ടായിട്ടുള്ളത്. നമുക്കറിയാം, ക്ഷേത്രത്തിൽ കാലാകാലങ്ങളായി ഉത്സവങ്ങളും മറ്റ് ആഘോഷ പരിപാടികളും നടക്കുമ്പോൾ മൈക്കില്ലാതെ അത് നമ്മുടെ സമീപത്തുള്ള ആൾക്കാരെ പോലും അറിയിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ കോടതിയുടെയൊക്കെ ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ ഇത്ര ഡെസിബിളിൽ കൂടുതൽ സൗണ്ട് പുറത്തോട്ട് പോകരുത് എന്നുള്ള നിയമം പൂർണ്ണമായിട്ടും പാലിച്ചുകൊണ്ടാണ് കോട്ടാത്തല തണ്ണീർപ്പന്തൽ ക്ഷേത്രത്തിൽ മാത്രമല്ല പടയൽ ക്ഷേത്രത്തിലായാലും താഴെയമ്പലത്തിലായാലും നമ്മുടെ സമീപ ഏത് പ്രദേശത്തെ ക്ഷേത്രങ്ങളിലും ഉത്സവങ്ങളും മറ്റു പരിപാടികളും നടത്തുന്നത്. തീരെ നിവർത്തി എന്തോന്ന് താഴെ പടയലമ്പലത്തിലെ മൈക്ക് എടുപ്പിക്കുന്നത് വരെയുള്ള സംഭവങ്ങളിലേക്ക് നീങ്ങി. അപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു യോഗം സംഘടിപ്പിക്കണമെന്നും തുടർന്ന് പ്രക്ഷോഭ പരിപാടികൾ തന്നെ വേണ്ടി വന്നാൽ നമ്മൾ മുന്നിട്ട് നിന്ന് നടത്തണമെന്നും പടയൽ ക്ഷേത്രത്തിന്റെ പ്രസിഡന്റ് കൂടിയായ ശ്രീകുമാർ ഇവിടെ കോട്ടാത്തല തണ്ണീർപ്പന്തൽ അമ്പലത്തിലെ ഭാരവാഹികളുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അങ്ങനെ ഇവിടെ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും നിരവധി ക്ഷേത്രങ്ങളിലെ പ്രസിഡന്റോ സെക്രട്ടറിയോ ഉൾപ്പെടെയുള്ളവരെ ചേർത്തുകൊണ്ട് വിപുലമായ ഒരു കമ്മിറ്റി രൂപീകരിച്ച് 2 or 3 പ്രാവശ്യം കമ്മിറ്റി കൂടി അത് എടുത്തതിന്റെ തീരുമാനമെടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ വിപുലമായ ഒരു നാമജപഘോഷയാത്രയും പ്രതിഷേധവുമായി ഹിന്ദു വിശ്വാസികളുടെ നേതൃത്വത്തിൽ ഇവിടെ കൂടാൻ ആരംഭിച്ചത്. എന്തിനു പറയുന്നു, ആറ്റുകാൽ അമ്പലത്തിലെ പൊങ്കാലയ്ക്ക് വരെ എതിരെ പരാതി ഈ നാട്ടിൽ നിന്നും ഉണ്ടായെന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടുകാർ യത്നിച്ച് തലതാഴ്ത്തണം. ഈ അവസ്ഥയ്ക്കൊരു മാറ്റം വരേണ്ടത് ആവശ്യമായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള പരിപാടികളിലേക്ക് ഞങ്ങൾ കിടക്കുന്നത്. ഇതിന്റെ വിപുലമായ കാര്യങ്ങളെ പറ്റിയൊക്കെ ഇതിന്റെ പ്രധാനപ്പെട്ട സംഘാടകനായ ശ്രീകുമാർ അദ്ദേഹം ഉദ്ഘാടന പ്രസംഗത്തിൽ നിങ്ങളോട് സംസാരിക്കും. എന്തിനും നിക്ഷിപ്തമായിരിക്കുന്ന കർത്തവ്യം എന്ന് പറയുന്നത് പരിസര പ്രദേശങ്ങളിലും ക്ഷേത്രങ്ങളിൽ മൈക്ക് പറയുക എന്നുള്ളതാണ്. ഉടനെ തന്നെ പോലീസിനെ വിളിച്ചു പറഞ്ഞ് ഈ യോഗത്തിന്റെ അധ്യക്ഷൻ ശ്രീ ഷാജിയാണ്. നമുക്ക് ഏവർക്കും അറിയാം, നിരവധി വർഷങ്ങളായി ക്ഷേത്ര കാര്യങ്ങളിൽ മുന്നിട്ട് നിൽക്കുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകൻ കൂടിയാണെങ്കിലും അതിലുപരി ക്ഷേത്രത്തിലെ എല്ലാ കാര്യങ്ങൾക്കും മുന്നിട്ട് നിൽക്കുന്ന പണയിൽ ദേവി ക്ഷേത്രത്തിന്റെ സെക്രട്ടറിയാണ്. അദ്ദേഹത്തിനെ ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. ക്ഷേത്രങ്ങളിൽ ഉത്സവം നടക്കുമ്പോൾ അതുപോലെ തന്നെ ക്ഷേത്രങ്ങളിൽ എന്ത് ഉദ്ഘാടകനായ ശ്രീകുമാർ നമുക്കറിയാം മൈക്ക് പ്രവർത്തിച്ചാൽ ഉടനെ പോലീസിനെ അതിനുശേഷം വാർഡ് മെമ്പറാണ്. അതിലുപരി ഞാൻ മുൻ സൂചിപ്പിച്ചതുപോലെ നിരവധി ക്ഷേത്രങ്ങളുടെ അലങ്കോലപ്പെടുത്തുക എന്നുള്ള ലക്ഷ്യത്തിൽ അധികാര സ്ഥാനത്തിരിക്കുന്ന ആളാണ്. അതിന്റെ മുഖ്യ ചുമതലക്കാരനാണ്. പണയലമ്പലത്തിലെ പ്രസിഡന്റാണ്. അതുപോലെ പല ക്ഷേത്രങ്ങളിലെയും ഈ തണ്ണീർപ്പന്തൽ ദേവി ക്ഷേത്രത്തിലെ പോലും പല പരിപാടികൾക്കും കൈകഴിഞ്ഞ് സഹായിക്കുകയും ഇതിന്റെ പ്രവർത്തനങ്ങൾക്ക് പരോക്ഷമായ സഹായങ്ങൾ ചെയ്യുന്ന വ്യക്തിയാണ് ശ്രീകുമാർ. അദ്ദേഹത്തിന്റെ നിതാന്ത പരിശ്രമത്തിന്റെ ഫലമായിട്ടാണ് വിവിധ ക്ഷേത്രങ്ങളിലെ ആൾക്കാരെ വിളിച്ചു കൂട്ടിക്കൊണ്ട് ഇത്തരത്തിലുള്ള ഒരു യോഗം ഇവിടെ നടത്താൻ സാധിച്ചത്. അദ്ദേഹത്തിനെയും ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. പോലീസിനെ വിളിച്ചു പറഞ്ഞ് ക്ഷേത്രങ്ങളിലെ ആചാരങ്ങളെ അലങ്കോലപ്പെടുത്തുന്നവർക്കെതിരെ ശക്തമായ താക്കീത് നൽകിക്കൊണ്ടാണ് ഇപ്പോൾ സമൂഹം നടത്തിയിരിക്കുന്നത്. അദ്ദേഹം ഈ പരിപാടികൾക്കെല്ലാം തന്നെ ഒപ്പം നമ്മളോടൊപ്പം നിന്ന് ഈ പരിപാടി വിജയിപ്പിക്കുന്നതിന് അക്ഷരം പ്രയത്നിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. മറ്റൊരാളെ ശ്രീ മോഹൻ ആണ്. താഴെ അമ്പലത്തിലെ ഈ തണ്ണീർപ്പന്തൽ അമ്പലത്തിലെ കൂട്ടു തന്നെ ഈ വ്യക്തികളുടെ പരാതികൾ നിരന്തരം കേട്ടുകൊണ്ട് ശല്യം സഹിച്ചുകൊണ്ട് അവിടുത്തെ പരിപാടികൾ നടത്താൻ തന്നെ ബുദ്ധിമുട്ടായിരിക്കുന്ന ഒരവസ്ഥയിലാണ് ആ ക്ഷേത്രവും. അതിന്റെ പ്രധാന ചുമതലക്കാരനായ ശ്രീ പനവള മോഹൻ അവരെയും ഈ യോഗത്തിലേക്ക് ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്.
ഓരോ 15ഓളം അമ്പലത്തിലെ പ്രതിനിധികളോട് എത്തിയിട്ടുണ്ട്. ഓരോരുത്തരെയും പേരെടുത്ത് കോട്ടാത്തലയിലും പറയാൻ പരിസര പ്രദേശങ്ങളിലും സമയക്കുറവുണ്ട്. ക്ഷേത്രങ്ങളിൽ മൈക്ക് അതുകൊണ്ട് ഉടനെ വിവിധ തന്നെ പോലീസിനെ ക്ഷേത്രങ്ങളിലൂടെ വിളിച്ച് വിവരമറിയിച്ച് ചാവലികാവ്, വലിയ വീട്, മൈക്ക് കൊച്ചുകുടുങ്ങല്ലൂർ, പിടിപ്പിക്കുകയും ചെയ്യുന്ന ഭൂതത്താൻ, 2 സൈക്കോകൾക്കെതിരെയുള്ള ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ തുടങ്ങി തണ്ണീർപ്പന്തൽ ക്ഷേത്രങ്ങളിലെ ദേവീക്ഷേത്രത്തിൽ നടക്കുന്നത്. പ്രസിഡന്റോ സെക്രട്ടറിയോ ഉൾപ്പെടെയുള്ള ഭാരവാഹികൾ, പ്രധാനപ്പെട്ട ഭാരവാഹികൾ ഈ യോഗത്തിനെത്തിയിട്ടുണ്ട്. അവരെ എല്ലാം സ്വാഗതം ആശംസിക്കുകയാണ്. അതിലുപരി ഈ പരിപാടി ഇത്ര അതിലൂടെ തന്നെ വലിയ അമ്പലത്തിലെ ഭാരവാഹികൾ ഉൾപ്പെടെ ഉണ്ട്. അതേപോലെ ഈ യോഗം ഇത്ര ഒരു വലിയ പരിപാടിയാക്കി ഈ നാടിന്റെ പ്രതിഷേധമാക്കി മാറ്റാൻ സഹായിച്ച ഇന്നാട്ടിലെ ഭക്തജനങ്ങളായ ഹൈന്ദവ വിശ്വാസികളായ എല്ലാ ആൾക്കാരെയും പരിസര പ്രദേശങ്ങളിലും ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ പോലീസിനെ വിളിച്ച് വിവരമറിയിച്ച് ക്ഷേത്രങ്ങളിലെ വിശേഷങ്ങൾക്ക് അലങ്കോലമുണ്ടാക്കുന്നവർക്കെതിരെ ശക്തമായ താക്കീത് നൽകിക്കൊണ്ടുള്ള ഒരു പ്രതിഷേധമാണ് ഇപ്പോൾ ഹൈന്ദവ കൂട്ടായ്മ ഇവിടെ നടത്തിയിരിക്കുന്നത്. അതിന്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് നാട്ടുകാരെ ഭക്തരുണ്ട്. നമ്മൾ കോട്ടാത്തലയിൽ പുതിയ ഒരു ചരിത്ര നിയോഗത്തിന്റെ ദിവസമാണ്. ഹൈന്ദവ ക്ഷേത്ര വിശ്വാസ സംരക്ഷണ സമിതി കോട്ടാത്തലയിലെ പരിസര പ്രദേശങ്ങളുള്ള 15ഓളം ക്ഷേത്രങ്ങളുടെ ഭാരവാഹികൾ ഈ തണ്ണീർപ്പന്തൽ ക്ഷേത്രത്തിൽ കൂടിയിരുന്ന് ആലോചിച്ച ഒരു കമ്മിറ്റിയാണ് ഈ ഹൈന്ദവ ക്ഷേത്ര വിശ്വാസ സംരക്ഷണ സമിതി. ഇതിന് ഉണ്ടായ സാഹചര്യം എല്ലാം നിങ്ങൾക്കറിയാം. നമ്മുടെ ക്ഷേത്രത്തിന്റെ പരിസരത്തുള്ളവർ 1-2 വ്യക്തികൾ ഞങ്ങൾ ഈ നോട്ടീസിലും പോസ്റ്ററിലും അവരാരെയും പേര് പ്രതിപാദിച്ചിട്ടില്ല. ഇത് 1-ാം ഘട്ടമാണ്. ഇത് ഇവിടെ കൊണ്ട് അവസാനിക്കുന്ന ഒരു സമര പരിപാടിയല്ല. അടുത്ത ഘട്ടം ഇവരെ എല്ലാം പേര് തന്നെ ഞങ്ങൾ വിവരാശം എടുത്തുകൊണ്ട് ആ നോട്ടീസിൽ പ്രതിപാദിച്ചുകൊണ്ട് ഏതെങ്കിലും രാഷ്ട്രീയ പ്രസ്ഥാനം അവർക്ക് ഒളിഞ്ഞോ തെളിഞ്ഞോ, ഞാനൊരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധിയാണ്. ഇവിടെ ഇരിക്കുന്ന ഹൈന്ദവ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ അംഗങ്ങളെല്ലാം വിവിധ രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികളായിട്ടുള്ളവരാണ്, മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്നവരാണ്. ഞങ്ങൾക്ക് ആ രാഷ്ട്രീയ പിന്തുണ ഈ സംഘടനയ്ക്ക് ആവശ്യമില്ല എന്ന് ആദ്യമേ സൂചിപ്പിക്കട്ടെ. ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും പിന്തുണ ഞങ്ങൾക്ക് ആവശ്യമില്ല. മറിച്ച് ഈ പരാതിയുമായി പോകുന്നവർക്ക് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണ ഒളിഞ്ഞും തെളിഞ്ഞുമുണ്ടെങ്കിൽ 2-ാം ഘട്ടം ഞങ്ങൾ ഇവിടെ വെച്ച് അത് പ്രഖ്യാപിക്കും. ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടി അവർക്ക് പിന്തുണ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഏത് പ്രസ്ഥാനമായാലും ഞങ്ങൾ 2-ാം ഘട്ടം വളരെ വലിയ പരിപാടി സംഘടിപ്പിച്ചുകൊണ്ട് ഇവിടെ തന്നെ അത് പ്രഖ്യാപിക്കും. അതിനുള്ള അവസരം ഒരു രാഷ്ട്രീയ പാർട്ടി, ഞാൻ പറഞ്ഞല്ലോ, ഈ ഹൈന്ദവ ക്ഷേത്ര സംരക്ഷണ സമിതി 15 ക്ഷേത്രങ്ങളുണ്ട്. കേരളത്തിലെ മുഖ്യധാരയിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ കക്ഷിയുടെ പ്രമുഖരായ എല്ലാവരും ഉൾപ്പെട്ടതാണ്. അതുകൊണ്ടാണ് ഒരു രാഷ്ട്രീയ പാർട്ടിയുമായി ഈ സംഘടനയ്ക്ക് ഒരു ബന്ധവും വേണ്ട എന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി കടന്നു കയറിയാൽ അത് വിവിധ പ്രശ്നങ്ങളിലേക്ക് പോകും എന്ന് ഞങ്ങൾക്ക് മുൻകൂട്ടി കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഒരു തീരുമാനത്തിൽ ഞങ്ങൾ എത്തിച്ചേർന്നത്. എന്നിരുന്നാലും ഇവർ പറയുന്ന ചില കാര്യങ്ങൾ ഇപ്പൊ ഫേസ്ബുക്കിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെയും ഈ ഹൈന്ദവ ക്ഷേത്ര സംരക്ഷണ സമിതി ആക്ഷേപിച്ചുകൊണ്ട് ഇതിന്റെ ഭാരവാഹികളെ ആക്ഷേപിച്ചുകൊണ്ട് ഒട്ടേറെ പോസ്റ്റുകൾ വരുന്നു. അവർ പറയുന്നത് കുട്ടികളുടെ കേൾവിശക്തി നശിക്കുന്നു, സ്ത്രീകൾ ഗർഭചിത്രം നടത്തേണ്ടി വരുന്നു. ക്ഷേത്രങ്ങളിലെ സൗണ്ടുണ്ട്. ഇന്നോ ഇന്നലെ തുടങ്ങിയതല്ല. ക്ഷേത്രങ്ങളിൽ ഹരിനാമകീർത്തനവും വിദ്യാലപ്പാനയും നേരം വെളുക്കുമ്പോൾ 5 മണികൾ തുടങ്ങുന്നതാണ്. ഇവർ ഈ പുതിയ പരാതിക്കാർ വരുന്നതിന് മുമ്പേ എത്രയോ നൂറ്റാണ്ടുകളായി ഈ ക്ഷേത്ര സമിതിയിൽ, ഈ തണ്ണീർപ്പന്തൽ ക്ഷേത്രത്തിൽ 10-70 വർഷത്തിൽ കൂടുതലായിരുന്നു ഇവിടെ മൈക്ക് പ്രവർത്തനം ആരംഭിച്ചത്. ഇങ്ങനെ ഒരു ഏതെങ്കിലും കൊച്ചിന്റെ ഒരു കേൾവിശക്തി നശിച്ചതായിട്ട് നിങ്ങൾക്ക് ആരെങ്കിലും പറയാൻ പറ്റുമോ? രാവിലെ ഹരിനാമ കീർത്തനവും ധ്യാനപ്പാനയും കേട്ടു വളരുന്ന കുട്ടികളാണ് അവരെല്ലാം. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ചില പുതിയ, ഇന്നലെ മുതൽ പുതിയ ഒരു ജാതി സംഘടനയിൽ ചേർത്തില്ല എന്ന് പറഞ്ഞ് പുതിയ അവതരിച്ച അതിനൊക്കെ ചില രാഷ്ട്രീയങ്ങളുണ്ട്. ആ രാഷ്ട്രീയങ്ങളൊന്നും ഈ ഹൈന്ദവ ക്ഷേത്ര സംരക്ഷണം ഞങ്ങൾ പൂർണ്ണ ശക്തമായി മുന്നോട്ട് തന്നെ പോകുന്നു. ഞങ്ങൾ ഇതിന്റെ ഒരു തീരുമാനം വരുന്നവരെ ഏതെങ്കിലും, കാരണം ഇവർ പറയുന്നത് ശബ്ദ മലിനീകരണത്തിനെതിരെ ഞങ്ങൾ പരാതി കൊടുക്കുന്നതാണ്. എന്നാൽ കഴിഞ്ഞ ശിവരാത്രി നാളിൽ തണ്ണീർപ്പന്തലിലെയും പണയം ക്ഷേത്രത്തിലെയും
വൈദ്യുതദീപാലങ്കാരങ്ങൾ, അതായത് 2 പോസ്റ്റിന്റെ ഇടയ്ക്ക് ഒരു കാറ്റാടിക്കട കുടിച്ചിട്ട് 2 കാറ്റാടിക്കട കുടിച്ചിട്ടാണ് നമ്മൾ ഈ 2 സൈഡിലും വൈദ്യുതദീപാലങ്കാരം നടത്തുന്നത്. അതിനെതിരെ ആ പോസ്റ്റിന്റെ നമ്പർ ഉൾപ്പെടെ പുത്തൂർ ഇലക്ട്രിസിറ്റി ബോർഡിലും കൊട്ടാരക്കര ഇലക്ട്രിസിറ്റി ബോർഡിലും രേഖാമൂലം പരാതി കൊടുത്തവരാണ് അവർ ശബ്ദ മലിനീകരണത്തിനെതിരെ നീങ്ങുന്നു എന്ന് പറയുന്നവർ എന്തിനാണ് ആ ഒരു കാര്യം അവർ ചെയ്തത്? അപ്പോൾ അവരുടെ ഉദ്ദേശം ഇതൊന്നുമല്ല, ശബ്ദ മലിനീകരണമല്ല അവരുടെ ലക്ഷ്യം. അവർക്ക് ഈ ക്ഷേത്രങ്ങളെ തകർക്കുക എന്നുള്ള ചില ഗൂഢ ലക്ഷ്യങ്ങളാണ് അവരുടെ എല്ലാം പിന്നിൽ ഉള്ളത് എന്ന് നമുക്ക് അതിൽ നിന്ന് വ്യക്തമാകും. തുടർന്ന് ഇങ്ങോട്ട് നമ്മളിവിടെ ഈ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ആരും ക്ഷണിച്ചിട്ടില്ല. ഇവിടെ ഇപ്പം നമ്മൾ ക്ഷണിക്കാതെ ഒട്ടനവധി രാഷ്ട്രീയ പാർട്ടികളുടെ പ്രതിനിധികൾ കടന്നു കയറിയിട്ടുണ്ട്. നമ്മളെ ആദ്യമേ നമ്മൾ ചെയ്തിരുന്നു. ഇപ്പം ഹൈന്ദവൻ ക്ഷേത്രങ്ങളുടെ ഭാരവാഹികൾ, പ്രധാനപ്പെട്ട ഭാരവാഹികൾ എന്തുകൊണ്ട് അവർ കടന്നു കയറി എന്ന് അവർ തന്നെ മനസ്സിലാക്കണമെന്നാണ് എനിക്ക് ഈ വിരോധത്തിൽ പറയാനുള്ള കാരണം. നമ്മുടെ ഒരു ക്ഷേത്രങ്ങളോ മറ്റ് മതസംഘടനയിലോ ഏതെങ്കിലും ഒരു പരിപാടി സംഘടിപ്പിക്കുകയോ ഇങ്ങനെ ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം അവിടെ കടന്നു കയറാൻ പറ്റുമോ എന്ന് അവർ തന്നെ ചിന്തിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ട് എന്നാണ് എനിക്ക് ഇത്തവണത്തിൽ പറയാനുള്ളത്. കൂടുതലെല്ലാം ഇതിന്റെ ഉദ്ഘാടനമായി ഇവിടെ എത്തിയിട്ടുള്ളത് പണയിൽ ദേവസ്വത്തിന്റെ പ്രസിഡന്റും മുള്ളിക്കല ശ്രീഭൂതനാഥ സ്വാമി ക്ഷേത്രം തുടങ്ങിയ ക്ഷേത്രങ്ങളുടെ രക്ഷാധികാരി മൈലം പഞ്ചായത്ത് ഗ്രാമപഞ്ചായത്ത് അംഗമായ ശ്രീ എം എസ് ശ്രീകുമാറിന് ഉദ്ഘാടന ചെയ്തതിനായി ശ്രീ എം എസ് ശ്രീകുമാറിനെ ആദരവോടെ ക്ഷണിക്കുകയാണ്. കോട്ടാത്തലയിലും പരിസര പ്രദേശങ്ങളിലും ക്ഷേത്രങ്ങളിൽ മൈക്ക് പ്രവർത്തിച്ചാൽ ഉടനെ പോലീസിനെ വിവരമറിയിച്ച് ക്ഷേത്രങ്ങളിലെ ആഘോഷങ്ങൾ അലങ്കോലമാക്കുന്ന 2 സാമൂഹ്യ വിരുദ്ധർക്കെതിരെയാണ് ഇപ്പോൾ വലിയൊരു പ്രതിഷേധം ഹൈന്ദവ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ നടക്കുന്നത്. വിവിധ ക്ഷേത്ര ഭാരവാഹികളാണ് ഇതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. കോട്ടാത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നിന്നും ആരംഭിച്ച ആ ഒരു പ്രതിഷേധം ഇപ്പോൾ തണ്ണീർപ്പന്തൽ ദേവീക്ഷേത്രത്തിൽ എത്തിയിരിക്കുന്നു. അവിടെ അതിൻ്റെ ആ ഒരു പ്രതിഷേധ സംഗമത്തിൻ്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുകയാണ്. വിവിധ ക്ഷേത്രത്തിലെ ഭാരവാഹികളാണ് ഇതിന് നേതൃത്വം കൊടുത്തിരിക്കുന്നത്. ഇതൊരു സൂചനയാണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഇങ്ങനെയുള്ള സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന ആളുകൾ ഇതിൽ നിന്നും പിന്മാറണമെന്നുള്ള ആവശ്യം ഉന്നയിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഒരു വലിയ പ്രതിഷേധം തന്നെ കോട്ടാത്തലയിൽ നടക്കുന്നത്. വിവിധ രാഷ്ട്രീയ സാമൂഹിക സാംസ്കാരിക രംഗത്തെ പ്രമുഖർ അതുപോലെ തന്നെ വിവിധ ക്ഷേത്ര ഭാരവാഹികളടക്കം ഈ ഒരു പ്രോഗ്രാമിലുണ്ട്. സ്ത്രീകളും കുട്ടികളും അതുപോലെ തന്നെ പുരുഷന്മാരും പ്രായമായവരും അടക്കം ഈ ഒരു പ്രോഗ്രാമിൽ സന്നിഹിതരാണ്. കാരണം അവർ അവരുടെ അവകാശങ്ങൾ അല്ലെങ്കിൽ ക്ഷേത്രങ്ങളിൽ നടക്കുന്ന കാര്യങ്ങൾ കൃത്യമായി നടന്നു പോകുക എന്നുള്ള ആ ഒരു അവകാശവുമായി ബന്ധപ്പെട്ടാണ് അവരിപ്പോൾ ഇങ്ങനെ ഒരു പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇത് ഹൈന്ദവർ ഒറ്റക്കെട്ടായിരുന്നുകൊണ്ടുള്ള പ്രതിഷേധമാണ് നടത്തുന്നത്. അവകാശങ്ങൾ നേടിയെടുക്കുവാൻ വേണ്ടി ഇങ്ങനെയൊരു പ്രതിഷേധം കോട്ടാത്തലയിലെ ഭക്തജനങ്ങൾ നടത്തേണ്ടതായി വന്നു. കോട്ടാത്തലയിലും പരിസര പ്രദേശങ്ങളിലും ക്ഷേത്രങ്ങളിൽ മൈക്ക് പ്രവർത്തിച്ചാൽ ഉടനെ തന്നെ പോലീസിനെ വിളിച്ച് വിവരമറിയിക്കുകയും അലങ്കോലപ്പെടുത്തുകയും ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധർക്കുള്ള ശക്തമായ താക്കീതാണ് ഇപ്പോൾ ഇവിടെയുള്ള ഹൈന്ദവ കൂട്ടായ്മയുടെ ഭാഗത്തു നിന്നും നടക്കുന്നത്. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക പ്രമുഖരടക്കമുള്ള ആളുകൾ പ്രോഗ്രാമിലുള്ള ശ്രീ ബി ഷാജി, ബഹുമാന്യരായിട്ടുള്ള 15 ക്ഷേത്രങ്ങളെ പ്രതിനിധീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഭാരവാഹികൾ, അതുപോലെ തന്നെ ഈ പ്രതികൂല കാലാവസ്ഥയിലും ഈ പ്രതിഷേധ സംഗമത്തിൽ ആവേശപൂർവ്വം പങ്കെടുത്ത ഹൈന്ദവ വിശ്വാസികൾ, മാധ്യമപ്രവർത്തകർ, പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, കോട്ടാത്തലയിലെയും പരിസര പ്രദേശങ്ങളിലെയും ക്ഷേത്രങ്ങൾ ഒരു പ്രതിസന്ധി കാലഘട്ടത്തിലൂടെയാണ് കഴിഞ്ഞ 2-3 വർഷക്കാലമായി കടന്നു പോകുന്നത്. അത് ഞങ്ങളെപ്പോലെ തന്നെ ഇവിടുത്തെ ക്ഷേത്രവിശ്വാസികളായ മുഴുവൻ പേർക്കും അറിയാവുന്ന കാര്യവുമാണ്. എന്നാൽ 2-3 വർഷക്കാലമായി നേരിടുന്ന പ്രതിസന്ധിക്ക് നിശബ്ദം സഹിക്കുക എന്ന ഒരു നിലപാടായിരുന്നു എല്ലാ ക്ഷേത്ര കമ്മിറ്റികളും നാളിതുവരെ തുടർന്നു വന്നത്. എന്നാൽ സ്വാഭാവികമായും ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയുടെ ഉത്തരവ് 2000-ൽ വരുന്നു. ശബ്ദ ക്രമീകരണങ്ങളെ സംബന്ധിച്ച്, ശബ്ദ ഉച്ചഭാഷിണികളുടെ ഡെസിമലിനെ സംബന്ധിച്ച്, എത്രത്തോളം ഉച്ചത്തിൽ ഉച്ചഭാഷിണികൾ പ്രവർത്തിപ്പിക്കാം എന്നതിനെ സംബന്ധിച്ചെല്ലാം
2000 ഒരു സുപ്രീം കോടതി ഉത്തരവ് വരുന്നു. സ്വാഭാവികമായിട്ടും ആ ഉത്തരവ് കർശനമായി നടപ്പിലാക്കാൻ നാളിതുവരെ, അതാണ് പ്രശ്നം, നാളിതുവരെ മാറി മാറി വന്ന ഒരു സർക്കാരുകളും നിലവിലുള്ള സർക്കാരും ശ്രമിച്ചിട്ടില്ല. 2016 ബഹുമാനപ്പെട്ട ഹരിത ട്രൈബ്യൂണൽ, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ NGTയുടെ ഉത്തരവ് വരുമ്പോഴാണ് കൂടുതൽ കർക്കശമായ സംവിധാനങ്ങൾ ഏർപ്പെടുത്തണം ഈ സംവിധാനത്തിൽ എന്ന് NGT ഉത്തരവിടുന്നത്. എന്നാൽ 2016 ഉത്തരവിലെ ഒരു ചട്ടങ്ങളും പാലിക്കാൻ കൂട്ടാക്കാത്ത സംസ്ഥാനങ്ങളിൽ ഒന്നാണ് കേരളം. അത് പാലിക്കാത്ത ഒരുപാട് സംസ്ഥാനങ്ങളുണ്ട് ഈ ഇന്ത്യയിൽ. അതിൽ ഒരു സംസ്ഥാനമാണ് കേരളം. NGT ഉത്തരവിന്റെ പല ഭാഗങ്ങളും നടപ്പാക്കുവാൻ വിസമ്മതിച്ച സംസ്ഥാനങ്ങളിലൊന്നാണ് കേരളം. എന്താണ് അതിലെ ഒരു കാര്യം എന്ന് ആമുഖമായിട്ട് പറയാം. ഒരു വ്യവസ്ഥയെ ഞാൻ പറയുന്നുള്ളൂ. അതായത് വാഹനങ്ങളിൽ, സ്കൂൾ വാഹനങ്ങളിൽ, അതുപോലെ തന്നെ ബസ്സുകളിൽ സ്പീഡ് ഗവർണറുകൾ ഘടിപ്പിച്ചിട്ടുണ്ട്. അതുപോലെ ക്ഷേത്രങ്ങളിലും മറ്റ് പ്രദേശങ്ങളിൽ പ്രവർത്തിക്കുന്ന ഉച്ചഭാഷിണികളുടെ ആംപ്ലിഫയറിലും സ്പീഡോമീറ്റർ എന്നപോലെ സൗണ്ട് മീറ്റർ സ്ഥാപിക്കണം എന്നതായിരുന്നു NGTയുടെ, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ഒരു ഉത്തരവ്. അപ്പൊ എന്താണ് പ്രശ്നം? നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ഉത്തരവ് പ്രകാരം ഈ പറയുന്ന ആംപ്ലിഫയറുകളിൽ ഒരു സ്പീഡോമീറ്റർ പ്രവർത്തിപ്പിച്ചാൽ, ഒരു ശബ്ദ നിയന്ത്രണ വേഗത നിയന്ത്രിക്കുന്ന ഒരു സംവിധാനം സ്ഥാപിച്ചാൽ അവര് പറയുന്ന 40 അല്ലെങ്കിൽ 60 ഡെസിമലിൽ കൂടുതൽ ശബ്ദം പുറപ്പെടുവിക്കാൻ കഴിയില്ല എന്നുള്ളതാണ് പ്രശ്നം. എത്രയാണ് 60 ഡെസിമൽ എന്ന് പറയുന്നത്? 60 ഡെസിമൽ എന്ന് പറയുന്നത് ഞാൻ നിങ്ങളുടെ ചെവിയുടെ അടുത്ത് നിന്ന് നിങ്ങളോട് മൈക്കിൽ കൂടി അല്ലാതെ സ്വകാര്യം പറയുന്ന ശബ്ദത്തിന്റെ അളവാണ് 60 ഡെസിമൽ എന്ന് പറയുന്നത്. അപ്പൊ എന്താണ് നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഉദ്ദേശിക്കുന്നത് എന്ന് നിങ്ങൾക്കെല്ലാം വ്യക്തമാകും. അപ്പൊ സ്വാഭാവികമായിട്ടും ആ ഉത്തരവ് കേരളത്തിൽ നടപ്പിലാക്കാൻ ഒരു സർക്കാരുകളും നാളിതുവരെ തയ്യാറായിട്ടില്ല. എന്നിരിക്കെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ കഴിഞ്ഞ സഭാ സമ്മേളന കാലത്ത് പാലക്കാട് ഒരു MLA ചോദിച്ച ഒരു ചോദ്യത്തിന് മറുപടിയായി പറഞ്ഞത് കേരളത്തിന്റെ സംസ്കാരത്തിന്റെയും പാരമ്പര്യത്തിന്റെയും വിശ്വാസത്തിന്റെയും ഭാഗമാണ് അമ്പലങ്ങളിലെ ശബ്ദഘോഷാദികൾ എന്നാണ് പറഞ്ഞത്. അത് നിയന്ത്രിക്കുന്നതിന് ചില പരിമിതികളുണ്ടെന്നാണ് സഭയിൽ മറുപടി പറഞ്ഞത്. എന്നാൽ ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? കോട്ടാത്തലയുടെയും പരിസര പ്രദേശങ്ങളിലെയും ക്ഷേത്രങ്ങളിൽ നിരവധിയായ ഉച്ചഭാഷിണികൾ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു, പണയിൽ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. 4 വലിയ കോളാമ്പികളായിരുന്നു ആലിന്റെ മുകളിൽ കെട്ടിവെച്ചിരുന്നത്. ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലും ആ രൂപത്തിൽ കെട്ടിവെച്ചിട്ടുണ്ടായിരുന്നു, ഇവിടെയും ഉണ്ടായിരുന്നു, ഭൂതാമുകളിൽ ഉണ്ടായിരുന്നു. എല്ലാ ക്ഷേത്രങ്ങളിലും പഴയ കാലങ്ങളിൽ പിന്തുടർന്നു വന്ന വലിയ ഉച്ചഭാഷിണികൾ, ശബ്ദമുണ്ടാക്കുന്ന ഉച്ചഭാഷിണികൾ പ്രവർത്തിച്ചിരുന്നു. എന്നാൽ ഇന്നത്തെ സ്ഥിതി നിങ്ങൾ ഓരോരുത്തരും പോയി പരിശോധിക്കണം. ഓരോ വിശ്വാസികളും ക്ഷേത്രത്തിൽ പോകുമ്പോൾ ഇപ്പോൾ ഏത് സംവിധാനത്തിലൂടെയാണ് ഈ ക്ഷേത്രങ്ങളിലെല്ലാം ശബ്ദം പുറത്തു വരുന്നത് എന്ന് പരിശോധിച്ചാൽ ഈ ആംപ്ലിഫയറുകളിൽ നിന്നും കണക്ഷൻ കൊടുത്തിട്ടില്ല എവിടെ ഈ പറയുന്ന ഉച്ചഭാഷിണികളിൽ, കോളാമ്പികളിൽ, മൈക്കുകളിൽ കണക്ഷൻ വിച്ഛേദിച്ചിട്ടിരിക്കുന്നവയും അല്ലെങ്കിൽ അഴിച്ചു മാറ്റപ്പെട്ടവയോ അല്ലെങ്കിൽ പോലീസിന്റെ ബലമായ സമ്മർദ്ദത്തിന് വിധേയമായി അഴിച്ചു മാറ്റപ്പെടുകയോ ചെയ്തിട്ടുള്ളതാണ് ക്ഷേത്രത്തിലെ ഉച്ചഭാഷിണികൾ. ഞങ്ങൾക്ക് അതിൽ എതിർപ്പില്ല. നിയമം പാലിക്കപ്പെടാനുള്ളത് എന്ന കാര്യത്തിൽ ഞങ്ങൾ ഒരു എതിർപ്പും പ്രകടിപ്പിക്കുന്നില്ല. മിക്കവാറും ക്ഷേത്രങ്ങൾ പോലീസ് ആദ്യമെന്ന് പറഞ്ഞപ്പോൾ തന്നെ അത്തരം ഉച്ചഭാഷിണികൾ അഴിച്ചു മാറ്റുവാനും ആ ശബ്ദ ക്രമീകരണങ്ങളുമായി സഹകരിക്കാനും തയ്യാറായവരാണ് കഴിച്ച 2.5 വർഷക്കാലമായി കോട്ടാത്തലയിലെയും പരിസര പ്രദേശങ്ങളുടെയും 15ഓളം ക്ഷേത്രങ്ങൾ. എന്നാൽ ഇന്നെന്താണ് അവസ്ഥ? നിങ്ങൾ ഇന്ന് താഴെയമ്പലത്തിൽ ചെന്നപ്പോൾ കേൾക്കുന്നത് അവിടെ ഇരിക്കുന്ന രാമായണ പാരായണത്തിന്റെ ശീലുകൾ എവിടെ വരെ കേൾക്കത്തില്ല, ക്ഷേത്രത്തിന്റെ പ്രവേശന കവാടം വരെ പോലും എത്തില്ല. കോട്ടാത്തല തണ്ണീർപ്പന്തൽ അമ്പലത്തിൽ ഒരു റെക്കോർഡ് ഇട്ടാൽ, ഹരിനാമ കീർത്തനം ഇട്ടാൽ, അല്ലെങ്കിൽ കൗസല്യ സുപ്രജാരാമ എന്ന് രാവിലെ ചൊല്ലിയാൽ അത് മൈക്ക് വഴി പുറത്തേക്ക് ഈ പരിസര പ്രദേശത്ത് കോട്ടയ്ക്കകത്ത് വീട്ടിലോ അല്ലെങ്കിൽ അങ്ങേ അറ്റം കണ്ണങ്കര വീടിന്റെ അടുത്ത് വരെയോ പോകത്തുള്ള ശബ്ദം വേറെ എവിടെങ്കിലും കേൾക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? ഓരോരുത്തരും ചിന്തിക്കണം. അങ്ങനെ ശബ്ദ സംവിധാനത്തിൽ ക്ഷേത്രങ്ങൾ മതിയായ രീതിയിലുള്ള കുറവ് വരുത്തിയതിന് ശേഷവും എന്താണ് ചെയ്യുന്നത്? ഉച്ചത്തിലുള്ള ശബ്ദമുണ്ട് എന്ന് ആരോപിച്ചുകൊണ്ട് വ്യാജമായ പരാതി നൽകി പോലീസിനെ വിളിക്കുകയാണ്. ബഹുമാനപ്പെട്ട കൊട്ടാരക്കരയിലെയും പുത്തൂരിലെയും പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഇതിലൊരു താല്പര്യവുമില്ല എന്ന് ഞങ്ങൾക്കെല്ലാം വ്യക്തിപരമായ സംഭാഷണത്തിൽ നിന്നും മനസ്സിലായിട്ടുണ്ട്. എവിടെയാണ് പരാതി കൊടുക്കുന്നത്? ബഹുമാനപ്പെട്ട DGPക്ക് മെയിൽ ചെയ്യുകയാണ്. ഇത്ര ഡെസിമലിൽ കൂടുതലുള്ള ശബ്ദം 2000-ലെയും 2016-ലെയും കോടതി ഉത്തരവുകൾ ലംഘിച്ചുകൊണ്ട് തണ്ണീർപ്പന്തൽ ദേവീക്ഷേത്രത്തിൽ പ്രവർത്തിക്കുന്നു എന്ന് DGPക്ക് മെയിൽ അയക്കുകയാണ്. ബഹുമാനപ്പെട്ട DGPക്ക് കിട്ടുന്ന മെയിൽ അദ്ദേഹം എന്ത് ചെയ്യും? തൊട്ട് താഴേക്ക് അയച്ചു കൊടുക്കും. ഒന്നുകിൽ AD സൗത്ത് സോൺ ADGPക്കോ DIGക്കോ ഒക്കെ അയച്ചു കൊടുക്കും. സ്വാഭാവികമായിട്ടും എന്ത് ചെയ്യും? കൊട്ടാരക്കര പോലീസ് സ്റ്റേഷൻ SHOയ്ക്ക് അതിന്റെ റിപ്പോർട്ട് തേടിക്കൊണ്ടൊരു മെയിൽ വരും. ആ മെയിലിന് ഒരു മറുപടി കൊടുക്കാൻ വേണ്ടി അദ്ദേഹം എന്ത് ചെയ്യും? ഈ ക്ഷേത്രം സന്ദർശിക്കും.
അല്ലെങ്കിൽ ഉത്തരവാദിത്തപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ 3-4 പോലീസ് ഉദ്യോഗസ്ഥരെ എന്ത് ചെയ്യും, ക്ഷേത്രത്തിലേക്ക് വിടും. അവർ വന്ന് ശബ്ദം ഉണ്ടോ എന്ന് പരിശോധിച്ചതിന് ശേഷം അവർ പറയും ഇവിടുത്തെ ശബ്ദം വളരെ കുറവാണ്. ഒരാഴ്ച കഴിയും, വീണ്ടും പണയിൽ ദേവീക്ഷേത്രത്തിനെതിരെ പരാതിപ്പെടുകയാണ്. ഈ പറയുന്ന കോടതി ഉത്തരവുകൾ ലംഘിച്ചുകൊണ്ട് പണയിൽ ദേവീക്ഷേത്രത്തിൽ ഉച്ചത്തിൽ മൈക്കുകൾ പ്രവർത്തിക്കുകയാണ്, നിർത്തലാക്കണമെന്ന് പറഞ്ഞ് പരാതി അയക്കുകയാണ്. ആ പ്രവർത്തനത്തെയാണ് ഞങ്ങൾ വ്യാജമായ പരാതിയെന്നും സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം എന്നും പറയുന്നത്. അല്ലാതെ ഏതെങ്കിലും ഒരുത്തൻ കൊള്ളയടിച്ചത് കൊണ്ടോ പിടിച്ചു പറിച്ചത് കൊണ്ടോ ഈ നാട്ടിൽ എന്തെങ്കിലും വിധ്വംസക പ്രവർത്തനം ചെയ്തത് കൊണ്ടോ മാത്രമല്ല ഒരാൾ സാമൂഹ്യ വിരുദ്ധനായി മാറുന്നത്. ഈ പൊതുസമൂഹത്തിലെ നിലപാടുകൾക്കെതിരായി പ്രവർത്തിക്കുന്നവരും ചില അവസരങ്ങളിൽ ഈ പറയുന്ന സാമൂഹ്യ വിരുദ്ധന്മാരായൊക്കെ മാറേണ്ടി വരും. ചിലർ പറയുന്നത് ഞങ്ങൾക്ക് ആ പട്ടം ചാർത്തി കിട്ടിയത് അഭിമാനമായിരിക്കുന്നു എന്നാണ്. എന്താണ് പറയുന്നത്? ഈ പറയുന്ന 2 വ്യക്തികൾ 2 ദിവസമായി ഫേസ്ബുക്കിൽ ആകെ ഇളകി മറിക്കുകയാണ്. കിളച്ചു മറിക്കുക, തള്ളി മറിക്കുക എന്നൊക്കെ പറയുന്ന പോലെ തള്ളി മറിക്കുകയാണ്. എന്താണ് പറയുന്നത്? ഞങ്ങൾ ഈ നാട്ടിലെ ഗർഭം ധരിച്ചിരിക്കുന്ന കുട്ടികളുടെ ഗർഭസ്ഥ ശിശുവിന്റെ സംരക്ഷണത്തിനായി ശബ്ദമുയർത്തുകയാണ്. ഈ നാട്ടിലെ കേഴുന്ന ക്യാൻസർ രോഗികളുടെ സംരക്ഷണത്തിനായി ശബ്ദമുയർത്തുകയാണ്. പിന്നെ പറയുന്നത് ഞങ്ങൾ ഇവിടെ വിദ്യാഭ്യാസം ചെയ്യുന്ന കുട്ടികളുടെ സംരക്ഷണത്തിന് വേണ്ടി ശബ്ദമുയർത്തുകയാണ്. നിങ്ങൾ ഓരോരുത്തരും ആത്മാർത്ഥമായി പരിശോധിക്കണം. എന്റെ അച്ഛന് അധ്യാപകനായി റിട്ടയർ ചെയ്തതിനു ശേഷം ഈ കോട്ടാത്തല ജംഗ്ഷനിൽ കോട്ടയ്ക്കകത്ത് അങ്ങേയറ്റത്തെ മുറിയിൽ ഒരു തുണിക്കട ഉണ്ടായിരുന്നു. പിന്നീടാണ് അച്ഛൻ സ്വന്തമായി സ്ഥലം വാങ്ങി കട ഇപ്പോൾ എന്റെ അനിയൻ നടത്തുന്ന കടയിലേക്കൊക്കെ മാറിയത്. അന്ന് കോട്ടയ്ക്കകത്ത് കുഞ്ഞമ്പിള്ള ചേട്ടൻ, അദ്ദേഹത്തിന്റെ ഭാര്യ ഒരു ഭവാനിയമ്മ ഉണ്ടായിരുന്നു. നിങ്ങൾക്കെല്ലാം അറിയാം, കണ്ടാൽ കൊതി വരുന്ന ഒരു മുത്തശ്ശി. നമ്മുടെ പഴയ മുത്തശ്ശിയുടെ സങ്കല്പങ്ങളിൽ ഏറ്റവും ഞാൻ കണ്ടിട്ടുള്ളത് ഭവാനിയമ്മയായിരുന്നു. അപ്പൊ ഞാൻ അച്ഛന് ചോറുമായിട്ടും അല്ലാതെയും എല്ലാം ഈ കോട്ടാത്തലയിൽ വരുമ്പോ അന്ന് കുഞ്ഞമ്പിള്ള ചേട്ടന്റെ പേരിൽ ഇവിടെ ഒരു അദ്ദേഹത്തിന്റെ സ്മരണയ്ക്കായ ഒരു സ്റ്റേജ് ഉണ്ടായിരുന്നു. അന്ന് കോട്ടയ്ക്കകത്ത് കുടുംബം സമർപ്പിച്ച ആ ഭവാനി അമ്മ ഈ കോട്ടാത്തലയിൽ വന്ന നാള് മുതൽ ഈ പറയുന്ന സുപ്രജ രാമ കേട്ടാണ് ഉണർന്നത്. കൗസല്യ സുപ്രജ രാമ സന്ധ്യ പൂർവ പ്രവർത്തത എന്ന് പറയുന്ന ഈ വെങ്കടേശ്വര സുപ്രഭാതം കേട്ടാണ് ആരും മറന്നിരുന്നത്? കോട്ടയ്ക്കകത്ത് ഭവാനിയമ്മ ജീവിച്ചത്. പക്ഷേ വൈകുന്നേരങ്ങളിലെ സന്ധ്യാനാമങ്ങൾ, ഹരിനാമ കീർത്തനങ്ങൾ, 41 വിളക്കുകൾ, രാമായണ മാസാചരണങ്ങൾ, സപ്താഹങ്ങൾ എന്ന് തുടങ്ങിയവയെല്ലാം കേട്ട ഭവാനിയമ്മ മരിച്ചത് എന്റെ അറിവിലാണ് ശരിയാണെങ്കിൽ ഒരു 89-90 വയസ്സായിട്ടാണ്. കോട്ടയ്ക്കകത്ത് വീടിന്റെ അത്രയും ക്ലോസ് ആയിട്ടുള്ള ഒരു വീട് ഇവിടെ ഇല്ലല്ലോ. ഉണ്ടോ? ഈ ക്ഷേത്ര പരിസരത്ത് കോട്ടയ്ക്കകത്ത് വീടിന്റെ അത്രയും ക്ലോസ് ആയിരിക്കുന്ന ഏതെങ്കിലും ഭവനങ്ങളുണ്ടോ മൈക്കിന് അഭിമുഖമായി? അപ്പോൾ സ്വാഭാവികമായും കോട്ടയ്ക്കകത്ത് ഭവാനിയമ്മയുടെ അത്രയും ആയുസ് കൂടിയാണ് പഴയ ആൾക്കാർ അവരുടെ ജീവിതചര്യയുടെ എല്ലാം ഭാഗമായി ജീവിക്കുന്നത്. എന്നാൽ ഇതിലെല്ലാം ചില കോടതി വിധികൾ, ചില തെറ്റിദ്ധാരണകൾ പരത്തി പൊടിപ്പും തൊങ്ങലും വെച്ചെല്ലാം പ്രചരിപ്പിക്കുവാൻ ചിലർ ശ്രമിക്കുകയാണ്. അതിന്റെയെല്ലാം ഭാഗമായിട്ടാണ് ഇത്തരമുള്ള പ്രവർത്തനങ്ങൾ ഉയർന്നു വരുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഞങ്ങൾ കോട്ടാത്തല പണയിൽ ദേവീക്ഷേത്രങ്ങൾ സംയുക്തമായി ഒരു ആലോചന ആദ്യഘട്ടത്തിൽ നടത്തി. അപ്പോൾ നടത്തിയപ്പോൾ കോട്ടാത്തല ദേവീക്ഷേത്ര ഭാരവാഹികളുടെ ഭാഗത്ത് നിന്നാണ് നമ്മൾ മാത്രം പ്രതികരിച്ചാൽ പോരാ, 15ഓളം ക്ഷേത്രങ്ങൾ ഇതിന്റെ ചുറ്റുപാടുകളിലെല്ലാം ഉണ്ട്, അവരെ കൂടി ചേർത്തുകൊണ്ട് ഒരു വലിയ സംഘടന രൂപീകരിച്ച് പ്രതികരിക്കണം എന്ന് തീരുമാനിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ പറയുന്ന ഹൈന്ദവ വിശ്വാസ സംരക്ഷണ സമിതി രൂപീകരിക്കുന്നത്. അതിലൊക്കെ ഹൈന്ദവ എന്ന് ചേർത്തത് കൊണ്ടൊക്കെ ചിലർക്ക് അത്ര പിടിപ്പ് വരുന്നില്ല. ഹൈന്ദവ എന്ന് ചേർത്തത് കൊണ്ട് എന്ത് വരുന്നില്ല? അത്ര പിടിപ്പ് വരുന്നില്ല. നമുക്ക് എന്തായാലും ക്ഷേത്രങ്ങൾ ഹൈന്ദവന്റേതാണ് എന്ന സങ്കല്പത്തിൽ നിന്നൊന്നും ആർക്കും മാറാൻ കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പൊ ഹൈന്ദവ ക്ഷേത്ര വിശ്വാസ സംരക്ഷണ സമിതി എന്ന് 15 ക്ഷേത്രങ്ങളുമായി കൂടിയാലോചിച്ചിട്ടുള്ളതാണ് ഈ സമിതി. അല്ലാതെ ഏകപക്ഷീയമായി ശ്രീകുമാരൻ ഷാജിയും പണയ അമ്പലത്തിൽ നിന്ന് ഇങ്ങോട്ട് വന്ന് 2 കരയോഗ ഭാരവാഹികളുമായിട്ടിരുന്ന് തീരുമാനിച്ചതല്ല. ഈ 15ഓളം ക്ഷേത്ര ഭാരവാഹികൾ നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്ന ഈ ആനക്കൊട്ടിലിരുന്ന് 2-3 പ്രാവശ്യം യോഗം ചേർന്നാണ് പേരടക്കം സമര പരിപാടികളടക്കം തീരുമാനിച്ചത്. അതിന്റെ പേരിലാണ് ഇന്ന് നമ്മളിവിടെ ഒത്തുകൂടിയിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നിയമപരമായുള്ള എല്ലാ അവകാശങ്ങളും നിയമപരമായ രീതിയിൽ പ്രവർത്തിക്കാനുള്ള അവകാശങ്ങൾ എല്ലാവർക്കും ഉണ്ട്. ആർട്ടിക്കിൾ 21 കുറിച്ചൊക്കെയാണ് ഈ പറയുന്ന വിദ്വാൻമാർ പ്രചരിപ്പിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഈ പരാതിക്കാരിൽ ഒരാൾ താഴെ അമ്പലത്തിലെ നമ്മുടെ കൃഷ്ണകുമാർ ആണല്ലോ അവിടുത്തെ ജീവനക്കാരനായി. കൃഷ്ണകുമാർ എന്നെ കണ്ടപ്പോഴൊക്കെ ഒരു സംഭാഷണത്തിൽ പറഞ്ഞത്, കൃഷ്ണകുമാറിന് പകരക്കാരനായി ഈ ക്ഷേത്രത്തിൽ മണിയടിക്കാൻ ചെന്നിരുന്ന ആളാണ് ഈ പരാതിക്കാരൻ്റെ ഒരാൾ. അയാൾ തന്നെ അവിടുത്തെ റെക്കോർഡിൽ അയാളുടെ ഒരു സുഹൃത്തായ ഒരാളുടെ ഈ പറയുന്ന എന്താണ് ഡിവോഷണൽ സോങ്സും അതുപോലെ തന്നെയുള്ള കർണാട്ടിക് മ്യൂസിക്കും എല്ലാം വലിയ ഉച്ചത്തിൽ 2020 വരെ പ്ലേ ചെയ്തിരുന്ന ആളാണ്. 7 വർഷം മുമ്പ് വരെ ചെയ്തിരുന്ന ആളാണ്. എന്ത് പറയുന്നത്, ഒരു സുപ്രഭാതത്തിൽ
എനിക്ക് മൈക്ക് അലർജിയാണെന്ന് പറയാം, അതിന്റെ ദുരൂഹതയാണ് പരിശോധിക്കപ്പെടേണ്ടത്. ഒരു ക്ഷേത്രത്തിൽ ചെല്ലുകയും അവിടുത്തെ ഇപ്പൊ എന്താണ് പറയുന്നത്, വലിയ വീട്ടി അമ്പലത്തിലെ മണിനാഥം വളരെ അസഹ്യമാണ്, ആ മണി അഴിച്ചു മാറ്റണമെന്നാണ് ഒരു പരാതി. വലിയ വീട്ടി ക്ഷേത്രത്തിൽ ഏതോ ഒരു ഭക്തൻ അസാധാരണമായ വലിപ്പമുള്ള ഒരു മണി സംഭാവന ചെയ്തു. മണി സംഭാവന ചെയ്യുമ്പോൾ ഭക്തനോട് വലിപ്പം നോക്കി ഇവിടെ ശബ്ദ പരാതിക്കാരുണ്ട്, മണി വേണ്ട എന്ന് ക്ഷേത്ര ഭാരവാഹികൾക്ക് പറയാൻ വേണ്ടി കഴിയുമോ? വലിയ വീട്ടി ക്ഷേത്രത്തിൽ വലിയ വലിപ്പത്തിലുള്ള ഒരു മണി ഒരു ഭക്തൻ കൊടുത്തു. സ്വാഭാവികമായും ദീപാരാധന സമയത്ത് എന്തടിക്കണം? മണിയടിക്കും. ക്ഷേത്ര ജീവനക്കാരോ അവിടെ നിൽക്കുന്ന ഒരു ഭക്തനോ മണിയടിക്കും. ആ മണി അടിക്കുമ്പോൾ ആ മണി അസഹ്യമായ ശബ്ദമാണ്, ആ മണി അടിച്ചു മാറ്റണം. ക്ഷേത്രത്തിലെ ആചാരത്തിന്റെ ഭാഗമായി നടക്കുന്ന ചെണ്ടമേളങ്ങൾ അസഹ്യമായ ശബ്ദം ഉണ്ടാക്കുന്നവയാണ്, അവ നിർത്തലാക്കണം. ഇതൊക്കെയാണ് ഇവരുടെ ആവശ്യങ്ങൾ. എന്നിട്ട് പറയുന്നത് ഞങ്ങൾ ശബ്ദകോലാഹലങ്ങൾക്കെതിരെ മാത്രമാണ് പ്രതികരിക്കുന്നത് എന്നാണ്. ഏറ്റവും ചെറിയൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ ശിവരാത്രി ഉത്സവ നാളുകൾ, ശിവരാത്രി ഞാൻ പ്രസിഡന്റ് ആയതിനു ശേഷം മിക്കവാറും എന്തെങ്കിലുമൊക്കെ പ്രധാനപ്പെട്ട ചടങ്ങുകളോ വിശേഷങ്ങളോ ഉണ്ടായെങ്കിൽ സ്വാഭാവികമായിട്ടും ഇവിടുത്തെ കരയോഗ ഭാരവാഹികളുമായിട്ടൊക്കെ നമ്മൾ കൂടിയാലോചന നടത്താറുണ്ട് സ്വാഭാവികമായി. അതിന്റെ ഭാഗമായി ഇപ്രാവശ്യവും ക്ഷേത്രത്തിലെ മൈക്ക് സംവിധാനത്തെ കുറിച്ച് സ്വാഭാവികമായി ഇവിടെ ഒരു മിഥ്യാധാരണ എല്ലാവരും വലിയ ആവശ്യ കമ്മിറ്റിക്കാരൊക്കെ പറഞ്ഞു വരുന്നത് താഴെ അമ്പലവും മേലെ അമ്പലവും തമ്മിൽ രണ്ട് ഭയങ്കര കുരുക്ഷേത്ര യുദ്ധം നടക്കുന്നതെന്നും അവരെല്ലാം വലിയ പോരാളികളായി പടച്ചക്കയാണെങ്കിൽ ശിവരാത്രിക്ക് യുദ്ധം ചെയ്യുന്നതെന്നുമാണ് ഇവിടെ പറഞ്ഞു വരുന്ന സങ്കല്പം. പക്ഷേ യാഥാർത്ഥ്യമൊന്നുമില്ല. എല്ലാ കാര്യങ്ങളിലും ആചാരപരമായ കാര്യങ്ങളിലായാലും അല്ലെങ്കിൽ ക്ഷേത്രത്തിന്റെ പൊതുവായ കാര്യങ്ങളായാലും കൂടിയാലോചന നടത്തി തന്നെയാണ് പോകുന്നത്. അപ്പോൾ സ്വാഭാവികമായും പണയം ദേവി ക്ഷേത്രത്തിൽ ശിവരാത്രി ഉത്സവം വന്നപ്പോൾ ഒരു മൈക്കിൽ ഒരു ക്രമീകരണം ഏർപ്പെടുത്തുവാൻ പണയം ക്ഷേത്ര കമ്മിറ്റി തീരുമാനിച്ചു. ഞാൻ ആദ്യം മോനമ്പിള്ള ചേട്ടനെയും അതുപോലെ തന്നെ അജയനെയൊക്കെയാണ് സമീപിച്ചത്. കാരണം ഇങ്ങനെ ഒരു അഭിപ്രായം പൊതുവിൽ ഉയർന്നു വരുന്നുണ്ട്, നമുക്ക് അതിൽ ശബ്ദ നിയന്ത്രണം ഏർപ്പെടുത്തണം. സ്വാഭാവികമായിട്ടും അവർ സഹകരിച്ചു. ശരിയാണ്, നമുക്ക് വലിയ ഉച്ചത്തിലുള്ള സംവിധാനമൊന്നും വേണ്ട എന്ന് തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ വളരെ മിതമായ രീതിയിൽ നിജപ്പെടുത്തിയാണ് മൈക്കിന്റെ ക്രമീകരണങ്ങളെല്ലാം നടത്തിയത്. എന്നാൽ പണയം ദേവി ക്ഷേത്രത്തിൽ പോസ്റ്റുകളിൽ അലങ്കാര ബൾബുകൾ പിടിപ്പിച്ചിരിക്കുന്നത് നിയമവിരുദ്ധമാണ്. അത് അപകടകരമായ രീതിയിലാണ് പിടിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ ബൾബുകൾ പോസ്റ്റിൽ നിന്നും എത്രയും പെട്ടെന്ന് നീക്കം ചെയ്യാൻ KSEB ഡയറക്ടർക്ക് നിർദ്ദേശം കൊടുക്കണം. ഇതായിരുന്നു പരാതിയുടെ കാരണം. സ്വാഭാവികമായിട്ടും KSEB ഉദ്യോഗസ്ഥർ പണയം ദേവി ക്ഷേത്രത്തിൽ എത്തുന്നു, നമുക്ക് നോട്ടീസ് തരുന്നു, നമ്മൾ സന്തോഷപൂർവ്വം ഒപ്പിട്ട് കൈപ്പറ്റുന്നു. അഴിച്ചു മാറ്റിക്കോളാം സാറേ എന്ന് പറയുന്നു. സാറ് പോകുന്നു. പിന്നീട് ചില ഇടപെടലൊക്കെ നടത്തി അത് ശിവരാത്രി ഉത്സവം വരെ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇവിടെ സംഭവിച്ചത് എന്താണ്? ഇവിടെ സംഭവിച്ചത് പോലീസ് വന്ന് പോയതിന് പുറകെ ഈ ക്ഷേത്ര ഭാരവാഹികൾ എന്നെ ഒന്ന് വിളിച്ചു. നമുക്ക് ഇതൊന്ന് അവരോട് പയ്യനോട് പോയി ഒന്ന് സംസാരിക്കാം. അപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ക്ഷേത്രത്തിലെത്തി. അപ്പൊ ഇവിടുത്തെ വാർഡ് മെമ്പർ എന്ന നിലയിൽ ബാലുവണ്ണനെ കൂടെ വിളിക്കണം എന്ന് ക്ഷേത്ര കമ്മിറ്റി പറഞ്ഞ് അദ്ദേഹത്തെ കൂടെ വിളിച്ചു. വാർഡ് മെമ്പർമാർ പോയി സംസാരിക്കുക എന്നൊരു ധാരണയുടെ അടിസ്ഥാനത്തിലാണ് എന്നെ വിളിച്ചത്, അല്ലാതെ ഒരു ക്ഷേത്ര ഭാരവാഹി എന്ന നിലയിലില്ല. അപ്പൊ ഞാനും ബാലുവണ്ണനും ക്ഷേത്രത്തിന്റെ ഭാരവാഹിയായിട്ടുള്ള നമ്മുടെ സുന്ദരേണ്ണനും കൂടാണ് പോയത്. സുന്ദരേണ്ണൻ ഞങ്ങൾക്കറിയാം, ഒരു തികഞ്ഞ അയ്യഭക്തൻ, ക്ഷേത്രവിശ്വാസി, വളരെ മിതഭാഷി എല്ലാമായിട്ടുള്ള സുന്ദരേണ്ണനെ കൂട്ടി ഞങ്ങൾ ഈ പയ്യന്റെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. ഈ പറയുന്ന പരാതിക്കാരനെ ആളുടെ വീട്ടിലേക്ക് ചെല്ലുകയാണ്. അപ്പം ചെന്നു, സംസാരിച്ചു, പല കാര്യങ്ങളും വിഷയത്തെ സംബന്ധിച്ച് സുദീർഘമായി സംസാരിച്ചു. എല്ലാം ശിവരാത്രിയല്ലേ, ഉത്സവമല്ലേ എന്നെല്ലാം സംസാരിച്ച് ഒരു ധാരണ എത്താൻ നേരം അതിൽ നിന്ന് ഒരു തിരിച്ചു പോക്കിലേക്ക്, ഒരു യൂട്ടേൺ അടിക്കുന്ന രീതിയിലേക്ക് സംസാരം വന്നപ്പോൾ സുന്ദരണ്ണൻ ഒരു ഘട്ടത്തിൽ ഞാൻ നിന്റെ കാല് പിടിക്കാൻ കുഞ്ഞെ ഈ ശിവരാത്രി നടത്താൻ അനുവദിക്കണമെന്ന് പറയേണ്ടി വന്നു. ഞാൻ അങ്ങനെ പിടിക്കുകയാണ്, അതിന്റെ ആവശ്യമില്ല, അങ്ങനെ ചെയ്യരുത്, അതിന്റെ ആവശ്യം അങ്ങനെയൊന്നും കൊണ്ടുപോകേണ്ട കാര്യമില്ല. സുന്ദരണ്ണൻ അവന്റെ കുടിഞ്ഞവന്റെ കാലെ തൊടാൻ ശ്രമിച്ചു. കുഞ്ഞെ ഈ ശിവരാത്രി നടത്തിക്കൊണ്ടു പോകാൻ ഞങ്ങളെ അനുവദിക്കണമെന്ന് പറഞ്ഞ് ആ ഗതികേടിലേക്ക് നമ്മൾ മാറിയോ എന്ന് ചിന്തിക്കേണ്ട സമയം അതിക്രമിച്ചു എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹൈന്ദവ വിശ്വാസ സംരക്ഷണ സമിതി കോട്ടാത്തറയിൽ രൂപം കൊണ്ടത്. അല്ലാതെ ആരെയും തകർക്കാനോ ആരെയും വെല്ലുവിളിക്കാനോ നിയമവാഴ്ചകളെ തകർക്കാനോ അല്ല ഈ ക്ഷേത്ര വിശ്വാസ സംരക്ഷണ സമിതി രൂപീകരിച്ചിട്ടുള്ളത്. ഞങ്ങളുടെ ന്യായമായ അവകാശങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് ക്ഷേത്രങ്ങൾ, വിശ്വാസങ്ങൾ, ആചാരങ്ങൾ സംരക്ഷിക്കപ്പെടണം എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ്.
അങ്ങനെയുള്ള ഞങ്ങളുടെ ബോധ്യപ്പെടലിന്റെ അടിസ്ഥാനം എന്താണെന്ന് നിങ്ങൾ ചോദിക്കും. അത് ഇവിടുത്തെ ഓരോ വിശ്വാസിക്കും അറിയും എന്താണ് നടക്കാൻ പാടില്ലാത്ത നടക്കുന്നു എന്നുള്ളത്. ഈ നാട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ചെറുപ്പക്കാരായിട്ടുള്ളവർ ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്ന ഒരുപാട് പ്രശ്നങ്ങൾ ഈ നാട്ടിലുണ്ട്. തൊഴിലില്ലായ്മയുണ്ട്, പട്ടിശല്യമുണ്ട്, റോഡുകളുടെ ശോച്യാവസ്ഥയുണ്ട്. മനു കഴിഞ്ഞ ആഴ്ച ഇട്ടൊരു പോസ്റ്റിൽ പറയുന്ന പോലെ, ഈ മെഡിക്കൽ സ്റ്റോർ നടന്ന മനു ഇട്ടൊരു പോസ്റ്റിലാണ് അതെല്ലാം പറയുന്നത്. ഇപ്പം ഫേസ്ബുക്കിലാണല്ലോ പോരാട്ടം കടുത്തു വരുന്നത്. അത് പറയുന്നത് ഈ നാട്ടിലെ ജനങ്ങൾ, ചെറുപ്പക്കാർ എല്ലാവരും പൊതുജനങ്ങൾ ഏറ്റെടുക്കേണ്ട ഒരുപാട് വിഷയങ്ങളുണ്ട്. റോഡിന്റെ തകർച്ചയുണ്ട്, പേപ്പട്ടി ശല്യമുണ്ട്, പട്ടിശല്യമുണ്ട്, കാർഷിക മേഖലയുടെ തകർച്ചയുണ്ട്, പന്നി ശല്യമുണ്ട്. ഇതൊന്നും ഇന്ന് നാട്ടിലെ ഒരു പ്രശ്നമല്ല. ഇന്ന് ഈ നാട്ടിലെ ഏക പ്രശ്നം ഈ ക്ഷേത്രങ്ങളിൽ നിന്ന് ഉയരുന്ന സുപ്രഭാതവും മന്ത്രോച്ചാരണങ്ങളും ഹരിനാമ കീർത്തനങ്ങളും രാമായണ പാരായണവുമാണ് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിനുള്ള ഗൂഢമായ ശ്രമമാണ് നടക്കുന്നത്. ഇതിനുള്ള ഫണ്ടുകൾ, ഇതിനുള്ള ക്രമീകരണങ്ങൾ, ഇതിനുള്ള സമ്പത്ത് എവിടെ നിന്ന് വരുന്നു എന്ന് പോലീസ് അധികാരികളടക്കം അധികാര കേന്ദ്രങ്ങൾ അന്വേഷിക്കണമെന്ന് പരാതി നൽകാൻ കൂടിയാണ് ഹൈന്ദവ സംരക്ഷണ സമിതി തീരുമാനിച്ചിട്ടുള്ളത്, ഈ ക്ഷേത്ര സംരക്ഷണ സമിതി തീരുമാനിച്ചിട്ടുള്ളത്. അപ്പോൾ ഇത് ഇന്നുകൊണ്ട് അവസാനിക്കുന്ന ഒരു സംഘടനയല്ല. പിന്നീട് അവർ പറയുന്ന ആരോപണം എന്താണ്? ഇത് വോട്ട് ലക്ഷ്യമാക്കിയുള്ള ഒരു പ്രവർത്തനത്തിന്റെ ഭാഗമാണ്. എന്തിനാണ് വോട്ട്? പഞ്ചായത്ത് ഇലക്ഷൻ മുന്നോടിയായി കുറെ കസർത്തുകളൊക്കെ കാട്ടി, അങ്ങനെ ഒരു കസർത്തും കാട്ടിക്കൂട്ടി ജയിക്കേണ്ട ഒരു ഗതികേടും ഈ വേദിയിലിരിക്കുന്ന ആർക്കും വന്നിട്ടില്ല. പ്രത്യേകിച്ച് എനിക്ക് വന്നിട്ടില്ല. ഒരു ഘട്ടത്തിലും എനിക്ക് അതിന്റെ ഒരു ഗതികേട് ഉണ്ടായിട്ടേ ഇല്ല. ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരാളെന്ന നിലയിൽ, അവരോടൊപ്പം തോളോട് ചേർന്ന് പ്രവർത്തിക്കുന്ന ഒരാളെന്ന നിലയിൽ അവരുടെ വിശ്വാസവും സ്നേഹവും ആർജിച്ചതിന്റെ പേരിലാണ് എല്ലാ കാലവും. അല്ലാതെ മേലെ അമ്പലത്തിൽ വന്നൊരു കമ്മിറ്റി വിളിച്ചു കൂട്ടി മൈക്ക് പ്രവർത്തിപ്പിക്കുന്നതിന് 10-500 വിശ്വാസികളെ സംഘടിപ്പിച്ച് അവരുടെ മുന്നിൽ ആളായി ജയിക്കേണ്ട ഒരു ഗതികേടും ഫേസ്ബുക്ക് പോസ്റ്റുകാരൻ കേൾക്കാൻ കൂടിയാണ് പറയുന്നത് വന്നിട്ടില്ല. അവരുടെ ഒരു ആരോപണം, എവിടെ KPMS വിഭാഗത്തിൽ നിന്നുള്ള ആൾക്കാരെ സംഘടിപ്പിക്കാതെ എന്ത് ഹൈന്ദവ സംരക്ഷണം, എവിടെയാണ് ലക്ഷ്യമെന്നൊക്കെ ഞങ്ങൾക്ക് നല്ലോണം ബോധ്യപ്പെടുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കപ്പെടുമ്പോൾ എവിടെയെങ്കിലും ഹൈന്ദവൻ അവന്റെ അവകാശങ്ങൾക്ക് വേണ്ടി സംഘടിക്കുന്നു എന്ന് തോന്നിയാൽ ആദ്യം ഉയർത്തുന്ന ചോദ്യമാണ്, അതിലൊരു കുത്തിത്തിരിപ്പുണ്ടാക്കി കളയാം. അതിലൊരു കുത്തിത്തിരിപ്പുണ്ടാക്കിയാൽ, അത് ഭിന്നിപ്പിച്ചാൽ, അതിനെ പിളർത്തിയാൽ എന്തെങ്കിലും നേട്ടമുണ്ടാകുമെന്ന് ആരോ ഉപദേശിച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ചെയ്തിട്ടുള്ളത്? ഈ തരത്തിലുള്ള ഒരു പോസ്റ്റ് ഇന്നലെ പാതിരാത്രിയോടുകൂടി പോസ്റ്റ് ചെയ്ത്, എവിടെയാണ് ഈ ഹൈന്ദവ സംരക്ഷണത്തിൽ KPMS-കാരന്റെ സ്ഥാനം എന്ന് ഞാനിപ്പോഴും ഉറച്ചു പറയുന്നു. താഴെ അമ്പലത്തിന്റെ സെക്രട്ടറി ആയിട്ടുള്ള സജീവിനെ കൂടി പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ആ വിഭാഗത്തിൽ നിന്ന് ആൾ ഈ ക്ഷേത്രത്തിന്റെ നടപ്പന്തലിരുന്ന് അദ്ദേഹത്തിന്റെ കൂടി സാന്നിധ്യത്തിൽ തീരുമാനിച്ച കാര്യങ്ങളാണ് ഇന്നിവിടെ നടപ്പിലാക്കുന്നത്. ശ്രീ ഭൂതനാഥ സ്വാമി ക്ഷേത്രം, ശ്രീ ഭൂതനാഥ സ്വാമി ക്ഷേത്രത്തിന്റെ ഭാരവാഹികളിൽ പ്രധാനിയാണ് രാഹുലേണൻ. രാഹുലേണൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. രാഹുലേണൻ അടക്കമുള്ളതാണ്. അങ്ങനെ ആ വിഭാഗത്തിൽ നിന്നുള്ള മുഴുവൻ ജനവിഭാഗങ്ങളെയും കൂട്ടിയോജിപ്പിച്ചാണ് ഇത് മുന്നോട്ട് കൊണ്ടുപോയിട്ടുള്ളത്. അതിന്റെ വെല്ലുവിളിയും അതിന്റെ ധ്വനിയും ഒക്കെ ഞങ്ങൾക്ക് നല്ലോണം മനസ്സിലാവുന്നുണ്ട്. അങ്ങനെയൊന്നും എന്തെങ്കിലും ഒരു ജാതിയൊക്കെ പറഞ്ഞ് ഞങ്ങളെയെല്ലാം അതിന്റെ കളത്തിൽ തളിച്ചിട്ട് അങ്ങനെ അങ്ങ് ശരിയാക്കി കളയാമെന്നൊന്നും ഈ പറയുന്ന സാമൂഹ്യ വിരുദ്ധന്മാർ ശ്രമിക്കുകയേ വേണ്ട. ഞങ്ങൾക്ക് ഞങ്ങളെക്കുറിച്ചൊരു വിശ്വാസമുണ്ട്. ഞങ്ങളെക്കുറിച്ചൊരു വിശ്വാസം ഈ നാട്ടിലെ ജനങ്ങൾക്കുമുണ്ട്. അതാണ് ഞങ്ങൾക്ക് കൈമുതലായി ഉള്ളത്. അല്ലാതെ എന്തെങ്കിലുമൊക്കെ പറയുകയും എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കുകയും ചെയ്തിട്ട് അതിനെതിരായ നിലപാടുകൾ സ്വീകരിക്കുന്ന ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് അറിയോ? ഇത് വേട്ടക്കാരനൊപ്പം ഇരയ്ക്കൊപ്പം ഓടുകയും വേട്ടക്കാരനൊപ്പം നിൽക്കുകയും ചെയ്യും. ഈ വേട്ടക്കാരന് ഇരയ്ക്കൊപ്പം ഓടും, അതിവേഗതയിൽ ഓടും, എന്നാൽ ഇടയ്ക്ക് വേട്ടക്കാരന്റെ തൊഴിലും ഇരിക്കും. അതാണ് നിലപാട്. ആ നിലപാടിനൊന്നും കുടപിടിക്കുവാൻ ഈ സംരക്ഷണ സമിതിയെ കിട്ടില്ല എന്ന് അസന്നിഗ്ധമായി പറയാൻ കൂടി ഞാൻ ഈ വേദിയിൽ അവസരമാക്കുകയാണ്. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു വന്ന വിഷയങ്ങളിൽ നിന്ന് വ്യതിചലിക്കേണ്ട. അപ്പൊ കോടതി ഉത്തരവുകൾ എന്ത് തന്നെയായാലും അത് നടപ്പിലാക്കുന്നതിന് പോലീസ് ഉദ്യോഗസ്ഥർക്കും അധികാരികൾക്കും ബാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ നിയന്ത്രിതമായ അളവിൽ മാത്രം ശബ്ദം ക്രമീകരിച്ചുകൊണ്ട് ഈ ക്ഷേത്രങ്ങൾ പ്രവർത്തിക്കുന്നത്. ഈ 15ഓളം ക്ഷേത്രങ്ങളിലെയും അവസ്ഥ ഏതാണ്? അപ്പോൾ നിങ്ങളിത് രാവിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ചെന്നപ്പോൾ കണ്ടതാണ്. അവിടുത്തെ രാമായണ പാരായണം കേൾക്കുന്നത് എവിടം വരെയാണ്? അത്രയും ചെറിയ ലിമിറ്റിൽ ശബ്ദം വന്നിട്ട് പോലും മെനഞ്ഞാന്നും 4-ാം നാളും എന്ത് ചെയ്തു? പോലീസ് ഉദ്യോഗസ്ഥർ താഴെ അമ്പലത്തിലും പണയലമ്പലത്തിലും ഇന്നലെയും മെനഞ്ഞാന്നും തണ്ണീർപ്പന്തൽ ദേവീക്ഷേത്രത്തിലും എത്തി. അതാണ് ഞങ്ങളുടെ പ്രശ്നം. നിയമപരമായ അളവിൽ പ്രവർത്തിക്കുന്നു എന്ന് മനസ്സിലാക്കിയതിനു ശേഷവും വ്യാജമായ പരാതികൾ നൽകുകയാണ്. ആ വ്യാജമായ പരാതികൾ ഇവർ അവസാനിപ്പിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ ആവശ്യം. ഏറ്റവും മിതമായ ആവശ്യമാണ്. എന്താണ് വ്യാജമായ പരാതി? ഇനി പോലീസ് അധികാരികൾക്ക് ഒരു പരാതി ലഭിച്ചാൽ
ക്ഷേത്ര വിശ്വാസികൾ ഇത്ര വലിയൊരു പ്രതിഷേധം നടത്തിയിട്ടും അതിന് പുല്ലുവില കൽപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ആ പരാതിക്കാരൻ വീണ്ടും കമന്റുകൾ എവിടെങ്കിലും ഇരുന്ന് ഒരു 4 മെയിൽ അയച്ചാൽ ഉടനെ ചടപടമെന്ന് ഈ നാട്ടിലെ ഏറ്റവും വലിയ പ്രശ്നം അതാണെന്ന് പറഞ്ഞ് ജീപ്പിനകത്ത് കയറ്റി നേരെ 4 പേരെ ക്ഷേത്രങ്ങളിലേക്കാണ് വിടുകയാണ്. വിശ്വാസികൾ അവന്റെ ഏക അവസ്ഥാന അത്താണിയായി അഭയസ്ഥാനമായി കാണുന്ന ക്ഷേത്രങ്ങളിൽ നിരന്തരം ഒരു പോലീസ് ജീപ്പ് ഇരച്ചു വന്നതിന്റെ മുറ്റത്ത് നിൽക്കുന്നതും 4-5 പോലീസുകാർ ചാടിയിറങ്ങി ആ ക്ഷേത്ര ജീവനക്കാരനോട് മൈക്ക് വിട്ടിരിക്കുന്നതൊക്കെ ചോദിക്കുന്നതും എത്രത്തോളം ഈ ഒരു ക്ഷേത്രാന്തരീക്ഷത്തെ മലിനപ്പെടുത്തുമെന്നുള്ളത് നിങ്ങൾ തന്നെ ചിന്തിച്ചാൽ മതി. അപ്പൊ സ്വാഭാവികമായിട്ടും വിശ്വാസികളായിട്ടുള്ള പോലീസുകാരായിരിക്കാം വരുന്നത്. അപ്പം പോലീസുകാരോട് ഞങ്ങൾക്ക് അഭ്യർത്ഥനയുള്ളത്, നിങ്ങൾ നിയമം പാലിക്കാൻ ബാധ്യസ്ഥരാണ്, നിങ്ങൾ വരണമെന്നുള്ളതിലൊന്നും ഞങ്ങൾക്ക് പരാതിയില്ല. പക്ഷേ ഇടിയൻ പോലീസിൽ നിന്നെല്ലാം മാറി പോലീസുകാർ ക്ഷേത്രയോഗത്തിൽ വന്നതെന്ന് വെച്ച് ഭാരവാഹികൾക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. പണ്ടത്തെ ഇടിയൻ പോലീസിൽ നിന്നെല്ലാം മാറി ജനമൈത്രി പോലീസായി മാറിയിട്ടുണ്ട്. പോലീസിന് കാലോചിതമായ എല്ലാ പരിഷ്കാരങ്ങളും വന്നിട്ടുണ്ട്. അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരടക്കം പോലീസ് സേനയിലേക്ക് കടന്നു വന്നിട്ടുണ്ട്. വിശ്വാസികളായിട്ടുള്ളവർ സേനയിലുണ്ട്. പക്ഷേ ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത് ഒന്നേ ഉള്ളൂ, ഏതെങ്കിലും ഉന്നതാധികാരികൾ നിങ്ങളോട് നിർദ്ദേശിച്ചാൽ ഒരു പോലീസ് ജീപ്പിൽ കയറി ചാടിപ്പാഞ്ഞ് വരേണ്ട കാര്യമില്ല. നിങ്ങൾക്കത് അന്വേഷിക്കാൻ ആ ക്ഷേത്രത്തിലെ സൗണ്ട് സംവിധാനം എത്രത്തോളം ഉണ്ട് എന്ന് പരിശോധിക്കുവാൻ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് പോലീസുകാരൻ ഒരു ബൈക്കിൽ ഇതിന്റെ മുറ്റത്ത് വന്നു നിന്നോ അല്ലെ പുറത്ത് ചന്തമുക്കിൽ വന്നു നിന്നോ പരിശോധിച്ചാൽ തീരാവുന്ന പ്രശ്നത്തിനാണ് എന്ത് ചെയ്യുന്നത്? കള്ളനെ പിടിക്കാൻ വരുന്ന പോലെ, വീരപ്പനെ പിടിക്കാൻ വരുന്ന പോലെ, കൊലപാതകളെ പിടിക്കാൻ വരുന്ന പോലെ ബഹുമാനപ്പെട്ട പോലീസ് കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനുകൾ വ്യത്യാസമില്ല. കൊട്ടാരക്കര പോലീസും വരും, വലിയ വീട് അമ്പലത്തിലേക്കും കൊട്ടാരക്കര പോലീസ് വരും. അപ്പൊ കൂടുതൽ ഈ ക്ഷേത്രങ്ങളുടെ പരിധി കൂടുതൽ എവിടെയാണ്? കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനാണ്. അപ്പൊ സ്വാഭാവികമായിട്ടും സംഭവിക്കുന്നത് പോലീസുകാർക്ക് ഒരാൾ നിരന്തരം വ്യാജ പരാതിയാണ് നൽകുന്നത് എന്ന് ബോധ്യപ്പെട്ടാലും എന്ത് ചെയ്യുന്നു? അവർക്ക് ഏളുതരമാകുന്ന രീതിയിൽ. അപ്പൊ എന്താ, ഇതൊരു സൈക്കോ മൂഡിലേക്ക് മാറുകയാണ് അവർ. ഞാൻ വിളിക്കുമ്പോൾ പോലീസ് വരുന്നുണ്ട് എന്ന്, അപ്പം കൊള്ളാം പരിപാടി എന്നും വിളിക്കാം. അവര് ചിന്തിക്കുമ്പോൾ ഏതാണ്? പരാതി അയക്കുന്നവർ ചിന്തിക്കുമ്പോൾ ഞാനൊരു പരാതി അയച്ചാൽ ആര് വരുന്നുണ്ട്? പോലീസ് ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട്. അപ്പം കള്ളപ്പരാതി അയച്ചാലും പോലീസ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ ഒരു സൈക്കോ മൂഡിലേക്ക് ആര് മാറുന്നുണ്ട്? ഈ പരാതിക്കാർ മാറുന്നുണ്ട്. അപ്പൊ അതിന് പോലീസ് അവസരം കൊടുക്കരുത്. അവർ ഉന്നയിക്കുന്ന പരാതികൾ യാഥാർത്ഥ്യമുണ്ടോ എന്ന് പരിശോധിക്കാൻ കേരള പോലീസിന് ഒരുപാട് സംവിധാനങ്ങളുണ്ട്. ആ സംവിധാനങ്ങൾ പരിശോധിക്കുവാൻ, അത് പ്രയോഗിക്കുവാൻ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥർ തയ്യാറാകണമെന്ന വിനയപൂർവ്വമുള്ള ഒരു അഭ്യർത്ഥനയാണ് ക്ഷേത്ര സംരക്ഷണ സമിതിക്കുള്ളത്. ക്ഷേത്രത്തിലേക്ക് ഒരു പരാതി ലഭിച്ചാൽ അതിന്റെ ഭാരവാഹികളെ വിളിച്ച് മുൻകൂട്ടി പറയണമെന്ന് ഞങ്ങൾ പറയുന്നില്ല. എന്നാൽ ഒരു സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥൻ ഒരു ബസ്സിൽ കോട്ടാത്തല ജംഗ്ഷനിൽ വന്ന് ഇറങ്ങി 10 മിനിറ്റ് നിന്നാൽ അവർക്ക് മനസ്സിലാകും എന്താണ് ഇവിടുത്തെ ശബ്ദത്തിന്റെ പരിധി എന്ന്. എന്നാൽ അതുണ്ടാകുന്നില്ല. വ്യാജ പരാതികൾ, പരാതി അയക്കുകയാണ്. ഒരു പരാതി അയക്കുന്നത് എന്താണ്? സുമാര ഗ്രൂപ്പിനെ എന്റെ വീടിന്റെ പടിഞ്ഞാറ്റല്ല വാടക വീട്ടിൽ ഞാൻ കണ്ടു എന്ന് പരാതി അയച്ചാൽ പോലീസ് ഒരു പ്രാവശ്യം വരും. രണ്ടാമത്തെ ദിവസം ഞാനൊരു പരാതി അയക്കുകയാണ്, ഒരു മെയിൽ അയക്കുകയാണ്. സുമാര ഗ്രൂപ്പിനെ എന്റെ വീടിന്റെ 4 വീടിനപ്പുറത്തുള്ള ഒരു വീട്ടിൽ വെച്ച് ഞാൻ കണ്ടു. 2 പ്രാവശ്യം പോലീസ് വരും. 3ാമത്തെ പ്രാവശ്യം പരാതി അയച്ചാൽ പോലീസുകാർ എന്റെ കൂമ്പിലിടിച്ച് തറക്കും. എന്തിനാണ് കള്ളപ്പരാതി നീ ഇങ്ങനെ അയച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കും. അതിലെ യാഥാർത്ഥ്യം. സുമാരക്കുറുപ്പിനെ പിടിക്കുക ഞാൻ കണ്ടു എന്ന് പരാതി അയച്ചാൽ പോലീസ് എവിടെ വരും? ആദ്യത്തെ പ്രാവശ്യം വരും. 2ാമത്തെ പ്രാവശ്യം വരുമ്പോൾ അവർക്ക് മനസ്സിലാവത്തില്ല ഇവൻ കള്ളം പറയുവാണെന്ന്. 3ാമത്തെ പ്രാവശ്യം വരുമ്പോൾ ബോധ്യപ്പെടണ്ടേ ഇവൻ പറയുന്ന പരാതി വ്യാജമാണ്, ആ പരാതികളിൽ കടമ്പില്ല എന്ന് പോലീസിന് ബോധ്യപ്പെടണ്ടേ? ബോധ്യപ്പെടുന്നില്ല. എന്താണ് ചെയ്യുന്നത്? ഞങ്ങൾ നിയമം പാലിക്കാൻ വേണ്ടി വരുന്നു എന്നാണ് പറയുന്നത്. എങ്കിൽ ഒരു പ്രാവശ്യം ഇപ്പൊ അവസാനം വരുന്ന പോലീസുകാർ എന്താണ് പറയുന്നത്? പോലീസ് ഉദ്യോഗസ്ഥരുടെ ബഹുമാനത്തോടെ പറയുകയാണ്. അവര് എന്താ പറയുന്നത്? ഇപ്പോൾ നിങ്ങളുടെ ശബ്ദപരിധി അപ്പം പറയുന്നതിൽ കുറവാണ്, ഇച്ചിരി കൂടി കൂട്ടി വെച്ചു. ഇതാണ് ഇപ്പൊ പോലീസ് പറഞ്ഞിട്ട് പോകുന്നത്. ഇപ്പം നിങ്ങളുടെ ക്ഷേത്രത്തിലെ മൈക്കുകൾ പ്രവർത്തിക്കുന്ന ശബ്ദപരിധി നിയമപരിധിക്കും താഴെയാണ്, കുറച്ചുകൂടി ഒച്ചയാവാം, ആംപ്ലിഫയർ അതൊന്ന് കൂട്ടി വെച്ചോളൂ എന്ന് പറഞ്ഞിട്ടാണ് പോലീസ് ഉദ്യോഗസ്ഥർ നടക്കുന്നത്. ആ സ്ഥിതിയിൽ കിട്ടുന്ന പരാതികളിൽ പോലും ഈ സമീപനമാണ് പോലീസ് സ്വീകരിക്കുന്നത്. അതിനെതിരെയാണ് ഞങ്ങൾ പ്രതിഷേധിക്കുന്നത്. അപ്പോൾ പോലീസ് നിരന്തരം ക്ഷേത്രത്തിലേക്ക് വരുന്നതിന് പകരം അത് വ്യക്തമായ രീതിയിൽ പരിശോധിക്കാനുള്ള പോലീസിന്റെ സംവിധാനങ്ങൾ അവർ ഉപയോഗപ്പെടുത്തണം. നിരന്തരം പോലീസ് വാഹനങ്ങൾ ക്ഷേത്രത്തിലേക്ക് വരുന്നത് വിശ്വാസികളെ സംബന്ധിച്ച് ആശങ്കയുള്ള കാര്യമാണ്. അപ്പൊ അത് ഒഴിവാക്കപ്പെടണം എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രധാനപ്പെട്ട ഒരാവശ്യം. പിന്നീട് ഒരാൾ പറയുന്നത് ഈ നാട്ടിലെ എല്ലാ വിഷയങ്ങളിലും ഞങ്ങൾ ഇടപെടാൻ വേണ്ടി ഇരിക്കുകയാണ്, പക്ഷെ ആദ്യത്തെ ഡോസായിട്ട് ശബ്ദമലിനീകരണം പിടിച്ചു എന്നാണ്. പക്ഷെ പറയുന്ന ആരാണ്? 8 വർഷക്കാലം ഈ ക്ഷേത്രത്തിന്റെ ചോറുണ്ടവരാണ് പറയുന്നത്. 8 വർഷക്കാലം ഈ ക്ഷേത്രത്തിൽ
ആ തടി വെച്ച് ഇപ്പൊ ആരോഗ്യമായപ്പോൾ ഈ ക്ഷേത്രത്തെ വെല്ലുവിളിക്കാമെന്നും ഈ ക്ഷേത്രത്തിലെ സംവിധാനങ്ങളെ തകർക്കാമെന്നും ചിന്തിക്കുന്നവരാണ് അവരെല്ലാം. 8 വർഷക്കാലം ഈ ക്ഷേത്രത്തിലായിരുന്നു ഒരു പരാതിക്കാരന്റെ അമ്മ ജോലി ചെയ്യുന്നത്. എനിക്ക് നല്ലോണം അറിയാം. ആ കാലത്തൊന്നും ഒരു പരാതിയുമില്ല. 2000-ലാണ് ഈ പറയുന്ന ഉത്തരവ് വരുന്നത്. 2000-ലാണ് ഗ്രീൻ ട്രൈബ്യൂണലിന്റെ ഉത്തരവ് വരുന്നത്. ആ ഉത്തരവുകൾ വന്നപ്പോഴൊക്കെ ആരാണ് ഇവിടെ? സ്വന്തം അമ്മയാണ് ക്ഷേത്രത്തിൽ ജീവനക്കാരി. ശമ്പളം കിട്ടും, കുഴപ്പമൊന്നുമില്ല, പരാതി കൊടുക്കണ്ട. അമ്മ ജോലി കഴിഞ്ഞ് പോയി, പ്രശ്നമൊന്നുമില്ല, കുറച്ച് സാമൂഹിക പ്രവർത്തനം നടത്തി കളയാം, ക്ഷേത്രത്തിനെതിരെ പരാതി കൊടുത്തു കളയാം. ഈ നിലപാട് സ്വീകരിക്കുന്നവർ. അപ്പൊ ഞങ്ങൾ അവരെ സാമൂഹ്യ വിരുദ്ധ ഗണത്തിലൊന്നും പെടുത്തി മുന്നോട്ട് പോകാനൊന്നും ആഗ്രഹിക്കുന്നില്ല. അവർ സമൂഹ നന്മയ്ക്ക് ഇടപെടുന്ന ചെറുപ്പക്കാരായി മാറി ചിന്തിക്കട്ടെ എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് അക്കാര്യത്തിൽ പറയാനുള്ളത്. അങ്ങനെ ആർക്കും ഒരു സാമൂഹ്യ വിരുദ്ധ പഠനം ചാർത്തി കൊടുക്കുവാനോ. ഈ നാട്ടിൽ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്, ഈ നാട്ടിൽ എന്തെല്ലാം ജീവിത പ്രശ്നങ്ങൾ, ജനങ്ങൾ തൊഴിലില്ലായ്മ അടക്കമുള്ള എന്തെല്ലാം പ്രശ്നങ്ങളുണ്ട്. അതിലൊക്കെ ചെറുപ്പക്കാരുടെ കൂട്ടായ്മ രൂപീകരിച്ച് പ്രതികരിക്കുവാൻ അവർ മുൻകൈയെടുത്താൽ അവരോടൊപ്പം ഞങ്ങൾ എല്ലാവരും ഉണ്ടാകും, ഈ വിശ്വാസി സമൂഹം ഉണ്ടാകും. എന്നാൽ അങ്ങനെയാണോ സമീപനം? ക്ഷേത്രങ്ങളെ ശത്രുക്കളായി കാണുക. ഏറ്റവും ഒരു കാര്യം കൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ശബരിമല ക്ഷേത്ര പ്രവേശനം ഒരു സുപ്രീം കോടതി വിധിയായി ഇന്ന് നിലനിൽക്കുകയാണ്. ശബരിമല ക്ഷേത്ര പ്രവേശന വിളംബരം ഒരു സുപ്രീം കോടതിയുടെ വിധിയെ ഒരു ഡിവിഷൻ ബെഞ്ചോ ഫുൾ ബെഞ്ചോ നാളിതുവരെ സ്റ്റേ ചെയ്തിട്ടില്ല. സുപ്രീം കോടതി ഉത്തരവ് പാലിക്കാൻ ഇവിടുത്തെ പോലീസ് അധികാരികൾക്കോ ഭരണാധികാരികൾക്കോ എന്തുകൊണ്ടാണ് ധൈര്യമില്ലാത്തത്? ഒരു കോടതിയും സ്റ്റേ ചെയ്തിട്ടില്ല. ശബരിമല ക്ഷേത്ര പ്രവേശനത്തിന്റെ ഉത്തരവുണ്ടായപ്പോൾ ഉണ്ടാകുന്ന ഈ വരുന്ന ഭക്തരുടെ പ്രതിഷേധത്തെയും അവരുടെ വിശ്വാസത്തിലുള്ള കടന്നുകയറ്റത്തിനുമെതിരെയുള്ള പ്രതികരണത്തിന്റെ ഭാഗമായി ഇന്നും ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഉത്തരവാണ് ശബരിമല സ്ത്രീ പ്രവേശന ഉത്തരവ്. അങ്ങനെ ഫ്രീസ് ചെയ്യപ്പെട്ട 1000 ഉത്തരവുകൾ ഇന്ത്യയുടെ ചരിത്രത്തിലുണ്ട്. അങ്ങനെ ഫ്രീസ് ചെയ്യപ്പെട്ട, നടപ്പിലാക്കാൻ പറ്റാതെ പോയ, ഇപ്പോഴും എഫക്റ്റീവായി നിൽക്കുന്ന 1000 വിധികളുള്ള ഇന്ത്യയിലാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോഴാണ് പൊടിതട്ടിയെടുത്ത് ക്ഷേത്രത്തിലെ മണിയൊക്കെ അടിച്ച്, ഇന്ന് ശല്യമാണെന്നോ ക്ഷേത്രത്തിലെ മണിയെല്ലാം അടിച്ച് അവിടെ ഉച്ചത്തിൽ റെക്കോർഡൊക്കെ ഇട്ട് 5-6 വർഷം മുമ്പ് വരെ നിന്നവർ ഇറങ്ങി പറയുന്നത് ക്ഷേത്രത്തിലെ ശബ്ദം വളരെ മോശമാണ്, അരോചകമാണെന്ന്, കൊള്ളത്തില്ല, ഇനി അത് ഉയരാൻ പാടില്ല. അമ്മ 8 വർഷം ജോലി ചെയ്തപ്പോൾ തണ്ണീർമല ക്ഷേത്രം വളരെ പരിപാവനവും പവിത്രവും എല്ലാമായ ക്ഷേത്രമായിരുന്നു. അമ്മ കൊണ്ടുവന്ന ശമ്പളത്തിൽ നിന്നും ആഹാരം കഴിച്ചപ്പോൾ അതിന് നല്ല രുചിയും ഉണ്ടായിരുന്നു. പക്ഷേ അമ്മ ജോലിയിൽ നിന്നെല്ലാം പിരിഞ്ഞുപോയി വീട്ടിൽ ചെന്നപ്പോൾ, ഇപ്പോൾ സ്വന്തം കാലിൽ നിൽക്കാമൊക്കെന്നായപ്പോൾ കുറച്ച് സാമൂഹ്യ പ്രവർത്തനവും സാമൂഹ്യ പ്രതിബദ്ധതയും ഒക്കെ ആവാം. അത് എന്നെ വളർത്തി വലുതാക്കിയ, എനിക്ക് അന്നം തന്ന സ്ഥാപനത്തിന് നേരെ തന്നായാൽ വളരെ മെച്ചം എന്ന നിലയിലാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. അതൊന്നും അംഗീകരിക്കുന്ന നടപടിയല്ല. ഈ സമൂഹം, ഈ വിശ്വാസി സമൂഹം ഇതിനെതിരെ ജാഗരൂകരായി നിന്നുകൊണ്ട് മുന്നോട്ട് പോകും എന്ന് മാത്രമാണ് ഇക്കാര്യത്തിൽ പറഞ്ഞിരുന്നത്. ഒരു കാര്യം കൂടി പറയാതെ അവസാനിപ്പിക്കുന്നത് ഉചിതമല്ല എന്നുള്ളത് കൊണ്ട് അതുകൂടി ഈ വിശ്വാസി സമൂഹത്തിന് മുൻപാകെ പറയുകയാണ്. കോട്ടാത്തല തണ്ണീർപ്പന്തൽ ദേവി ക്ഷേത്രത്തിന്റെയും പണയിൽ ദേവി ക്ഷേത്രത്തിന്റെയും സാന്നിധ്യത്തിലാണ് ആദ്യം ഈ യോഗം ഇവിടുത്തെ കരയോഗ ഓഫീസിൽ കൂടിയത്. അതിന്റെ നിർദ്ദേശാനുസരണമാണ് നമ്മൾ എന്ത് ചെയ്തത്? ഈ പറയുന്ന 15 ക്ഷേത്രങ്ങളെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു യോഗം വിളിച്ചു ചേർക്കാൻ വേണ്ടി ആലോചിച്ചത്. അതിന്റെ അടിസ്ഥാനത്തിൽ ചാപ്പൂക്കിക്കാവിൽ, പുള്ളിക്കാല, ചാവനുകാവ്, പോത്താമുകൾ, ഇണ്ടളയപ്പനക്കാവ്, അതുപോലെ തന്നെ വെണ്ടാറ ദേവി ക്ഷേത്രം, സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രം തുടങ്ങി 15-18ഓളം ക്ഷേത്രങ്ങളുടെ ഭാരവാഹികൾ, വലിയ ക്ഷേത്രം ഒക്കെ ചേർന്ന് ഈ ഒരു സമിതി രൂപീകരിച്ച് മുന്നോട്ട് പോകാൻ വേണ്ടി തീരുമാനിച്ചത്. അപ്പോൾ അതിനുണ്ടായിരുന്ന ഒരു ധാരണ, തുടക്കത്തിൽ അതിന്റെ പ്രാരംഭ പ്രവർത്തനങ്ങളിൽ രാഷ്ട്രീയ പാർട്ടികളുടെ സഹായം ആവശ്യിക്കപ്പെടേണ്ടതില്ല. സ്വാഭാവികമായിട്ടും ഈ പ്രശ്നങ്ങൾ കഴിഞ്ഞ 4 വർഷമായി ഇവിടെ നടക്കുമ്പോഴും ഇവിടുത്തെ ക്ഷേത്രങ്ങളിൽ മണിയടിച്ചാൽ ഇങ്ങനെ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനം നടത്തുന്ന 2 സാമൂഹ്യ വിരുദ്ധ താക്കീതാണ് ഇപ്പോൾ ഇവിടെയുള്ള ഹൈന്ദവ സമൂഹം നൽകുന്നത്. വരും ദിവസങ്ങളിൽ ഈ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തകർ ഇങ്ങനെയുള്ള പ്രവർത്തനം തുടർന്നാൽ ഇനിയും ശക്തമായ പ്രതിഷേധ മാർച്ച് ഉൾപ്പെടെ സംഘടിപ്പിക്കുമെന്ന് പറയുന്നത്. കോട്ടാത്തലയിലും പരിസര പ്രദേശങ്ങളിലുമുള്ള ക്ഷേത്രങ്ങളിൽ സാമൂഹ്യ വിരുദ്ധ പ്രവർത്തനവുമായി ശക്തമായ പ്രതിഷേധമാണ് ഇപ്പോൾ നടക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് വേറെ ഒരു രാഷ്ട്രീയ പശ്ചാത്തലം ഇല്ലാത്ത ആളാണ്. അപ്പൊ കോട്ടാത്തലയിലും പരിസര പ്രദേശങ്ങളിലും സ്റ്റാഫിലുള്ള പണയിലുള്ള ഏത് ക്ഷേത്രങ്ങളിൽ മയക്ക് പ്രവർത്തിച്ചു ഉടനെ തന്നെ പോലീസിനെ വിളിച്ച് വിവരം അറിയിച്ച് തെറ്റിദ്ധാരണയുണ്ടാക്കി
ക്ഷേത്രങ്ങളിലെ ആചാരങ്ങൾക്ക് വീണ്ടും നമ്മൾ കോട്ടം നിരവധി തട്ടിക്കുന്ന പേരെ തരത്തിലുള്ള ക്ഷണിച്ചു. പ്രവർത്തനം അങ്ങനെ ചെയ്യുന്ന ക്ഷണിച്ചവരുടെ രണ്ട് എല്ലാം സാമൂഹ്യ പേരുകൾ വിരുദ്ധർക്കുള്ള വരുമ്പോൾ ശക്തമായ അവരുടെ താക്കീതാണ് ഇപ്പോൾ ഇവിടെ അവർക്ക് ഏതെങ്കിലും ഒരു കോട്ടാത്തല രാഷ്ട്രീയ തണ്ണീർമല പാർട്ടിയുമായി ദേവി ക്ഷേത്രത്തിൽ ബന്ധമുണ്ട്. നടക്കുന്നത്. ഒന്നുകിൽ അവർ മുൻ സംഘപ്രവർത്തകരായിരിക്കും, അല്ലെങ്കിൽ അവർ കോൺഗ്രസിന്റെയോ അല്ലെങ്കിൽ മറ്റ് വിപ്ലവ പ്രസ്ഥാനങ്ങളുടെയോ ഒക്കെ ഭാഗമായി പൂർവ്വകാലത്ത് പ്രവർത്തിച്ചവരായിരിക്കും. അപ്പം സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരാളെ ക്ഷണിച്ചുകൊണ്ട് വന്ന് ഈ രീതിയിൽ പ്രസംഗിച്ചാൽ ഇതിന് വിമർശനം ഉന്നയിക്കാൻ കാത്തിരിക്കുന്നവർക്ക് ഒരു അവസരം കൊടുക്കണ്ട എന്ന് കരുതിയാണ് ഞങ്ങൾ എന്ത് ചെയ്തത്. അങ്ങനെ ഒരു രാഷ്ട്രീയ മുഖമുള്ള ആരെയും രാഷ്ട്രീയ പശ്ചാത്തലമുള്ള ആരെയും ഇക്കഴിഞ്ഞ ഉത്സവങ്ങളിലൊക്കെ തന്നെ ഏത് ക്ഷേത്രങ്ങളിൽ മൈക്ക് പ്രവർത്തിച്ചാലും ഉടനെ പോലീസിനെ വിളിച്ച് വിവരമറിയിച്ച് മൈക്ക് സെറ്റുകൾ പിടിപ്പിക്കുന്ന സാമൂഹ്യ വിരുദ്ധർക്ക് ശക്തമായ താക്കീതാണ് ഇപ്പോൾ ഇവിടെയുള്ള ഹൈന്ദവ സമൂഹം നൽകിയിരിക്കുന്നത്. ഈ പ്രദേശത്തെ മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളെയും സമുദായ സംഘടനാ നേതാക്കളെയും കത്ത് കൊടുത്ത് ക്ഷണിച്ച് ഈ യോഗത്തിന്റെ ഭാഗമാക്കണം. കോട്ടാതല തണ്ണീർമല ദേവീക്ഷേത്രം, കോട്ടാതല തീരുമാനമായിരുന്നു. അതുപോലെ ആ തന്നെ മറ്റ് തീരുമാനം അനേകം ക്ഷേത്രങ്ങളിൽ അംഗീകരിച്ചു. മൈക്കുകൾ ഈ പ്രവർത്തിക്കുമ്പോൾ സമരത്തിന്റെ രണ്ടാം ഘട്ടം വ്യാജപരാതി നൽകി അവസാനിക്കുന്നില്ലല്ലോ. ഈ സമരത്തിന്റെ രണ്ടാം ഘട്ടമായി കോട്ടം തട്ടിക്കുന്നതിനുള്ള പ്രശ്നമുണ്ടാക്കുന്ന രണ്ട് സാമൂഹ്യ വിരുദ്ധ രോഗികൾക്കുള്ള ശക്തമായ താക്കീതാണ് പങ്കെടുപ്പിക്കാനും അവരെ കൂടി ഉപയോഗിച്ചുകൊണ്ട് കൂടുതൽ വിപുലമായ പ്രക്ഷോഭ മാർഗങ്ങളിലേക്ക് പോകാനുമാണ് ആലോചിച്ചത്. എന്നാൽ എന്താണ് സംഭവിച്ചത്? ഏതെങ്കിലും ഒരു അന്യമതസ്ഥന്റെ സ്ഥാപനങ്ങളിൽ ഇങ്ങനെ ഒരു കയ്യേറ്റം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ക്ഷേത്രത്തിന്റെ മുന്നിൽ താമസിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാമൂഹ്യ വിരുദ്ധ ക്ഷേത്ര വിശ്വാസികളുടെ പ്രതിനിധികൾ മാത്രം ക്ഷേത്രങ്ങളിൽ മൈക്ക് പറഞ്ഞാൽ അതിലേക്ക് കടന്നു ഞങ്ങൾ ഇരുന്നാലെന്ന് കുഴപ്പമെന്ന് ഏതെങ്കിലും ഒരു രോഗികൾക്കുള്ള താക്കീതാണ് ഇപ്പോൾ തണ്ണീർമല ദേവി കഴിയില്ല എന്നാണ് എന്റെ വിശ്വാസം. വിവിധ രാഷ്ട്രീയ ക്ഷേത്രവിശ്വാസികളെ മാത്രം പങ്കെടുപ്പിച്ചാൽ മതി തീരുമാനിച്ചത് ഈ ക്ഷേത്രങ്ങളുടെ കൂട്ടായ്മയാണ്. ഭാരവാഹികൾ ഉൾപ്പെടെ ഈ ഒരു അല്ലാതെ വ്യക്തിപരമായി ആരും എടുത്ത തീരുമാനത്തിന്റെ ഭാഗമല്ല. അങ്ങനെ എടുത്ത തീരുമാനത്തെ ബലാൽ മറിക്കുന്നത് കയ്യേറ്റവും കടന്നുകയറ്റവുമായി മാത്രമേ ഞാൻ കാണുന്നുള്ളൂ എന്നാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അങ്ങനെ രാഷ്ട്രീയമായി ഒരു കടന്നുകയറ്റത്തിനും ക്ഷേത്രങ്ങൾ വേദിയാകരുത് എന്നാണ് എനിക്കിതിൽ പറയുവാനുള്ളത്. അങ്ങനെ ആരും ഒരു കടന്നുകയറ്റത്തിനും നിൽക്കുന്നത് അംഗീകരിക്കാൻ കഴിയില്ല. അങ്ങനെയുള്ള കടന്നുകയറ്റം ഏതെങ്കിലും പള്ളിയിലോ ഏതെങ്കിലും മസ്ജിദിലോ നടക്കുമോ എന്ന് കൂടി ഈ വിശ്വാസി സമൂഹം മനസ്സിലാക്കണം. ഞങ്ങൾ ആരും ക്ഷണിച്ചിട്ടുണ്ട്. ഇവിടെ കയറി ഇരിക്കണമെന്ന് പറയാൻ ആരാണ് ക്ഷണിച്ചത്? നിങ്ങൾ ക്ഷണിച്ചോ? ഈ പറയുന്ന ഈ ക്ഷേത്ര വിശ്വാസ സമിതി ഒരു രാഷ്ട്രീയക്കാരനെ ക്ഷണിച്ചിട്ടില്ല, ക്ഷേത്രപ്രതിനിധികളെ അല്ലാതെ. അപ്പോൾ അങ്ങനെയുള്ള ക്ഷേത്രത്തിലെ കടന്നുകയറ്റങ്ങളെ ഒരു തരത്തിലും നമ്മൾ എന്ത് ചെയ്യില്ല, അംഗീകരിക്കില്ല. അത് മനസ്സിലാക്കുവാൻ ഈ വിശ്വാസ സമൂഹം മനസ്സിലാക്കണമെന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. അങ്ങനെ ഈ ക്ഷേത്ര സമിതിയുടെ തീരുമാനത്തെ അട്ടിമറിക്കുവാൻ ഒരാളെയും അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം അവസാനിപ്പിക്കുന്നു. എല്ലാ വിശ്വാസികൾക്കും എന്റെ നന്ദി, നമസ്കാരം. കോട്ടാത്തലയിലും പരിസര പ്രദേശങ്ങളിലും ക്ഷേത്രങ്ങളിൽ മൈക്ക് പ്രവർത്തിച്ചാൽ അവിടെ പ്രശ്നമുണ്ടാക്കുന്ന രണ്ട് സാമൂഹ്യ വിരുദ്ധർക്കുള്ള താക്കീതാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. ഭക്തജന കൂട്ടായ്മയാണ്. അടുത്തതായി കൃതജ്ഞതപ്പെടുന്നതിന് വേണ്ടി ഉല്ലാസിനെ ക്ഷണിക്കുകയാണ്. എല്ലാവരും ഈ അഭിപ്രായത്തിൽ യോജിക്കുന്നവരാണ്. ഒരു പ്രതിഷേധം സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. കോട്ടാത്തലയിലും പരിസര പ്രദേശങ്ങളിലും ക്ഷേത്രങ്ങളിൽ മൈക്ക് പ്രവർത്തിച്ചാൽ അവിടെ പ്രശ്നമുണ്ടാക്കുന്ന രണ്ട് സാമൂഹികർക്കുള്ള ആ ഒരു താക്കീതാണ് ഇവിടെ നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള ആ ഒരു പ്രതിഷേധം ഇപ്പോൾ സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. വേദിയിലുണ്ടായിരുന്ന രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ ഇപ്പോൾ വലിയ സംഘർഷത്തിലെത്തിയിരിക്കുന്നു. ഹൈന്ദവ കൂട്ടായ്മ നടത്തിയ ആ ഒരു പ്രതിഷേധം ഇപ്പോൾ സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇപ്പോൾ ഈ ഒരു പ്രതിഷേധം സംഘർഷത്തിലേക്ക് തിരിയുന്നു.
കോട്ടാത്തലയിലും പരിസര പ്രദേശങ്ങളിലും ക്ഷേത്രങ്ങളിലും മൈക്ക് പ്രവർത്തിച്ചാൽ ഉടനെ പോലീസിനെ വിളിച്ച് വിവരമറിയിച്ച് ഈ ക്ഷേത്രത്തിലെ ആഘോഷങ്ങൾക്ക് പ്രശ്നമുണ്ടാക്കുന്നവർക്കുള്ള താക്കീത് നൽകിയുള്ള പ്രതിഷേധ സംഗമമാണ് ഇപ്പോൾ ഈ ഒരു സംഘർഷത്തിലേക്ക് എത്തിയിരിക്കുന്നത്. കോട്ടാത്തലയിലും പരിസര പ്രദേശങ്ങളിലും ക്ഷേത്രങ്ങളിൽ മൈക്ക് പ്രവർത്തിച്ചാൽ ഉടനെ പോലീസിനെ വിളിച്ച് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കുന്ന 2 സാമൂഹികർക്കുള്ള താക്കീത് നൽകിക്കൊണ്ടുള്ള പ്രതിഷേധ സംഘമാണ് ഇപ്പോൾ ഇങ്ങനെയൊരു വിഷയത്തിലേക്ക് എത്തിയത്. എന്താ പറയാ? അല്ല, അത് വ്യക്തിപരമായി ഇവിടെ മുഴുവൻ രാഷ്ട്രീയ പാർട്ടിക്കാരെ കൂട്ടിയാലോചിച്ചുകൊണ്ടാണ് ഇവിടെ തീരുമാനിക്കുന്നത്. അപ്പം ഇവിടെ ഇരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിക്കാർ ഇവിടെ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ പേരും കോൺഗ്രസ് ഉണ്ട്, BJP ഉണ്ട്, കമ്മ്യൂണിസ്റ്റുകാരുണ്ട്, മുഴുവൻ പേരെ ആക്ഷേപിച്ച് വേദിയിലിരിക്കുന്ന പദവി ആക്ഷേപിച്ചുകൊണ്ടൊരു പ്രസ്താവന നടത്തി ഇതിനെ അങ്ങ് മൊത്തവും കയ്യേറ്റം ചെയ്ത് മൊത്തം ഒന്നടങ്കം കൊണ്ടുവന്ന് ആരും ധരിക്കേണ്ടതില്ല. ഞങ്ങളെല്ലാ ക്ഷേത്രങ്ങളുടെ ഭരണസമിതി അംഗങ്ങളായും പ്രസിഡന്റായും പ്രവർത്തിച്ചവരാണ്. ഈ 15 അംഗ ക്ഷേത്ര കമ്മിറ്റിയോട് പങ്കെടുത്തു. അവർക്കാർക്ക് അവസരം കൊടുക്കാതെ അവർ മാത്രം സംസാരിച്ച് അധ്യക്ഷനെ വിളിച്ച് അവർ സംസാരിച്ച് ഈ പരിപാടി അവസരപ്പെട്ടുകൊണ്ടായിട്ടില്ല. അങ്ങനെ അംഗീകരിക്കത്തുമില്ല. ഇങ്ങനെ സംസാരത്തിലേക്ക് പോകാൻ കാര്യം ഇങ്ങനെ വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടിക്കാരും പൊതുപ്രവർത്തകരും ഒക്കെയാണല്ലോ അതിൽ പങ്കെടുത്തുന്നത്. അവരെല്ലാം ഒരുമിച്ചിരുത്തി ആക്ഷേപിക്കാൻ അങ്ങനെ പോകേണ്ടതില്ല. അതൊരു രാഷ്ട്രീയ മുതലെടുപ്പായി മാത്രമാണ് ഞങ്ങൾ കാണുന്നത്. പക്ഷേ ഇത് എല്ലാവരുടെ ആവശ്യമാണല്ലേ? ഇത് ഒരാളുടെ പ്രശ്നം മാത്രം, പൊതുവായ പ്രശ്നമല്ല. കോട്ടാത്തിൽ ഒരു ഷോപ്പ് തുടങ്ങുന്നു, അവർ അനൗൺസ്മെന്റ് നടത്തണം, ഉദ്ഘാടനം നടത്തണം, മറ്റു വെക്കണം. ഒരാളുടെ പ്രശ്നമാണോ ഇത്? ഒരു അമ്പലത്തിന്റെ പ്രശ്നമാണോ ഇത്? പൊതുവായ പ്രശ്നമാണ്. ഏറ്റവും കൂടുതൽ മറ്റു വെക്കുന്ന രാഷ്ട്രീയ പാർട്ടികളാണ്. ആ രാഷ്ട്രീയ പാർട്ടി യോഗം നടത്തുമ്പോൾ മറ്റു വെക്കുന്ന എങ്ങനെ? മറ്റു വെക്കേണ്ട ആവശ്യമില്ലേ? ഇവിടെ ഈ അടുത്ത സമയത്ത് ഒരു അനൗൺസ്മെന്റ് എടുക്കുമ്പോൾ ഞാൻ വരത്തില്ല. ഇതൊരു പൊതുവായ വിഷയമാണ്. ആ പൊതുവായ വിഷയത്തെ ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെയോ 10 പേരുടെയോ പ്രശ്നമല്ല ഇത്. അതിനെ അങ്ങനെ ആക്കി മാറ്റേണ്ട കാര്യമില്ല. ഇവിടെ നടക്കുന്ന യോഗത്തിൽ വിശ്വാസികളെ അവിശ്വാസികളെയും തരംതിരിക്കാൻ പ്രത്യേകിച്ച് എന്താണ് മാനദണ്ഡം? ഞങ്ങൾക്ക് രാഷ്ട്രീയം ഉണ്ടായപ്പോൾ ഞങ്ങൾ വിശ്വാസിയായിക്കൂടെ? അതെവിടുത്തെ ന്യായമാണ്? രാഷ്ട്രീയ പാർട്ടികളായിട്ടുള്ളവർ ഞങ്ങൾക്ക് വിശ്വാസമില്ലേ? വിശ്വാസമുള്ളവർക്കാർക്ക് വിശ്വാസം എന്ത് മാനദണ്ഡമാണ് വിശ്വാസത്തെ കുറിച്ച്? അത് പറ്റില്ല. അങ്ങനല്ല വേണ്ടുന്നത്. എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ചുകൊണ്ടാണ് ഒരു കാര്യം നടത്തേണ്ടത്. ഇവിടെ കോട്ടാത്തല ജംഗ്ഷനിൽ നാളെ ഒരു പെട്ടിക്കട തുടങ്ങുന്നു. അവിടെ ഒരു യോഗം നടത്തണം. ആ യോഗത്തിൽ ചിലപ്പോൾ പറയും, വർത്തമാനം പറയും. അതിനെല്ലാം മൈക്കോത്തല്ലേ നടക്കുന്നത്. അപ്പൊ ഇത് വിശ്വാസികളുടെ മാത്രം പ്രശ്നമാണോ? അമ്പലത്തിന്റെ മാത്രം പ്രശ്നമാണോ? നാട്ടിലെ പൊതുവായ വിഷയമാണ്. ആ പൊതുവായ വിഷയത്തെ പൊതുവായി ഞാനൊരു കാര്യം ചോദിച്ചോളൂ. ഇത് അമ്പലക്കാരുടെയോ അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെയോ ഒരു സമുദായത്തിന്റെ പ്രശ്നമല്ല. നാളെ കോട്ടാത്തല ജംഗ്ഷനിൽ ഒരു ഷോപ്പ് തുടങ്ങുന്നു. അവിടെ ഒരു അനൗൺസ്മെന്റ് നടക്കും, അവിടെ യോഗം നടക്കും. അവർ അല്ല, അതിനെല്ലാം തടസ്സം നിൽക്കുന്ന നിലപാടാണ് ഈ പരിപാടിയെടുക്കുന്നത്. അതിനോട് ഏക അഭിപ്രായമാണുള്ളത്. പ്രതികരിക്കാനൊക്കെ നിങ്ങളെ പറയുമ്പോ നിങ്ങൾ പറയുമ്പോഴേ പ്രതികരിക്കില്ല. തെറ്റിദ്ധാരണയാണ് ഞങ്ങളെല്ലാം പ്രതികരിച്ചവരാണ്. ഞങ്ങളെല്ലാം നിലപാടുള്ളവരാണ്. പോലീസ് വന്നപ്പോ ഞാൻ പോലീസ് വന്നപ്പോ പോയതാണ്. അടിക്കാൻ പറ്റുന്ന ആൾക്കാരല്ല. അങ്ങനെ പറഞ്ഞു മനസ്സിലാക്കാം.
അഭിപ്രായം കാണിക്കാൻ അതാണ് ശരിയായ രൂപത്തിൽ കാര്യങ്ങളെ ചിന്തിക്കാനും പ്രവർത്തിക്കാനും കഴിയണം. ഇത് നമ്മുടെ സമൂഹത്തിലെ ഒരാളിന്റെ വിഷയമല്ല, ഒരംഗത്തിന്റെ വിഷയമല്ല, പൊതുവായ വിഷയമാണ്. നിങ്ങളെക്കാൾ കൂടുതൽ മറ്റു വ്യക്തികളാണ് നിങ്ങൾ രാഷ്ട്രീയ പാർട്ടിക്കാർ. നിങ്ങളുടെ അഭിപ്രായമില്ലേ? നിങ്ങളൊക്കെ മുമ്പെടുത്ത ഒരു രാഷ്ട്രീയപ്പെട്ട വിളിക്കണമല്ലോ. എല്ലാ നാട്ടിലെ എല്ലാ വിഭാഗം ആൾക്കാരെ നാട്ടിലെ എല്ലാ വിഭാഗം ആൾക്കാരെയും വിളിക്കണമെന്ന് നാട്ടിലെ എല്ലാ വിഭാഗം ആൾക്കാരെയും വിളിക്കണം. താല്പര്യത്തിന്റെ സ്ഥലത്തിൽ കാര്യങ്ങളല്ല. ഇതിനകത്തെ സംയുക്തമായ അമ്പരം എന്ന് മാത്രം ചുരുക്കണ്ടായിരുന്നോ? ഇത് പൊതുവായ വിഷയമല്ലേ? ആ പൊതുവായ വിഷയത്തെ പൊതുവായ സമയത്തുണ്ട്. അല്ലാതെ ഇയാളെ മലയാള പ്രശ്നമാണോ പ്രാവശ്യം? അതല്ല, ഈ പ്രശ്നത്തിൽ ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ആ ആത്മാർത്ഥതയോടെ എല്ലാ വിഭാഗങ്ങളെയും സംഘടിപ്പിച്ചു കൃത്യമായ ഒരു തീരുമാനത്തിൽ പോകണം. അതിനാർക്ക് തർക്കം? ഞങ്ങൾക്ക് തർക്കം പറ്റില്ല. കോട്ടാത്തല ദേശത്താണ് ഇങ്ങനൊരു പ്രശ്നം നടക്കുന്നത്. ക്ഷണിക്കണ്ടെന്നേ അവരും കാര്യം പല കാര്യം കാര്യം ഞാനും ഉണ്ടപ്പോഴാണ് സ്റ്റേജിൽ കയറി സദസ്സിരുന്നെല്ലാം പോയി. അവന്റെ കക്കുസി കൊടുക്കണം. നാട്ടിലിറങ്ങി പണിയത് നാട്ടുകാരെ പഠിച്ച് നടക്കുന്നവനാ കുറെ വരുന്നുണ്ട്. ഇതിനകത്ത് കാണിച്ച പണി രാഷ്ട്രീയ പാർട്ടിക്കാർ ഈ സ്റ്റേജിൽ തന്നെ രാഷ്ട്രീയ പാർട്ടിക്കാർ BJP എല്ലാവരും പറഞ്ഞു. പക്ഷേ രാഷ്ട്രീയ പാർട്ടിക്കാരെ വിളിച്ചില്ല, ശരിയാണ്. പക്ഷെ അവരെ വിളിക്കണ്ട. 15 ക്ഷേത്രത്തിലെ ആൾക്കാരെ മാത്രം വിളിച്ചാൽ, പക്ഷെ അവരെ സ്റ്റേജിൽ ഇരുത്തി ഒരു കാരണവശാലും ആക്ഷേപിക്കാൻ പറ്റില്ല. ആരാണെങ്കിലും അത് BJPയുടെ ആണെങ്കിലും അത് കോൺഗ്രസിന്റെ ആണെങ്കിലും ഒരാളെ സ്റ്റേജിൽ ഇരുത്തി അധിക്ഷേപിക്കാൻ പാടില്ല. അത് ശരിയുള്ള കാര്യമല്ല. ബാക്കി കാര്യങ്ങൾ മാത്രമല്ല നാട്ടിലുള്ളത്. രാഷ്ട്രീയ പാർട്ടികൾ മറ്റു വെക്കുന്നുണ്ട്. ഒരു കടം അങ്ങനെ പറയുന്നതല്ലല്ലോ ശരി. അല്ലാത്തവർക്കുമേ ഈ കാര്യത്തിൽ അഭിപ്രായം പറയാൻ പറ്റത്തില്ലേ? മനസ്സിലോട് നിലോട് വന്നില്ലേ ഞങ്ങൾ അവന്റെ തോന്നിവാസത്തിന് കൂട്ടു നിൽക്കുന്നവരല്ല. ഞങ്ങളുടെ അഭിപ്രായം ഈ ചെറുക്കനിൽ നിർത്തണം, അല്ലെങ്കിൽ പയ്യന്മാർ നിർത്തുന്ന അഭിപ്രായക്കാരാണ് ഞങ്ങള്. അപ്പൊ ഈ താല്പര്യം എന്താ? അതല്ല, മറ്റു താല്പര്യങ്ങളാണ്. അത് കൈവച്ചിരുന്നാൽ മതി. പൊതുവായ താല്പര്യത്തിൽ എത്തിച്ചേരണം. ഒരു ക്ഷേത്രത്തിൽ കയറി ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് യോജിപ്പുണ്ടായിട്ടല്ല, പക്ഷേ ക്ഷേത്രം ഇതിന് ഉപയോഗിക്കാനുള്ളതല്ല. അതല്ലേ വേണ്ടത്?
കോട്ടാത്തല തണ്ണീർപന്തൽ ദേവീക്ഷേത്രത്തിൽ നടന്ന ആ ഒരു പ്രതിഷേധ സംഘമാണ് ഇങ്ങനെയൊരു സംഘർഷത്തിലേക്ക് എത്തിയത്. ക്ഷേത്രങ്ങളിൽ മൈക്ക് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഭക്തജന കൂട്ടായ്മ സംഘടിപ്പിച്ച ആ ഒരു പ്രതിഷേധ പരിപാടിയാണ് ഇങ്ങനെയൊരു സംഘർഷത്തിലേക്ക് എത്തിയത്. നീ കയറില്ലേ അന്ന് കഴിഞ്ഞു. നമ്മളും വിശ്വാസികളുടെ ഭാഗമായിട്ടാണ് നിൽക്കുന്നത്. നമുക്ക് നാളെ യോഗം നടത്താൻ വയ്ക്കണ്ടേ? ഞങ്ങൾക്ക് യോഗം നടത്താൻ വയ്ക്കണ്ടേ? യോഗം നടത്തണമെങ്കിൽ മൈക്ക് എല്ലാവർക്കും വേണം. അമ്പലത്തിന് മാത്രമല്ല, രാഷ്ട്രീയ പാർട്ടികൾക്ക് മൈക്ക് പ്രവർത്തിക്കണം, അനൗൺസ്മെന്റ് നടത്തണം. നമ്മുടെ നാട്ടിൽ ഒരു സ്ഥാപനം തുടങ്ങിയാൽ, ഇങ്ങനെ ഒരു സ്ഥാപനം തുടങ്ങുന്നുണ്ട് എന്ന് ജനത്തെ അറിയിക്കാനുള്ള നമ്മുടെ നാട്ടിലെ പ്രചരണ മാധ്യമത്തിൽ ഒന്നാണ് മൈക്ക്. അത് എല്ലാവർക്കും ഉപയോഗിക്കാനുള്ളതാണ്. അതിന് തടസ്സം നിന്നാൽ തടസ്സം നിൽക്കുന്നതിനെ യോജിച്ച ഒരു നിലപാടാണ് സ്വീകരിക്കപ്പെടേണ്ടത്. അല്ലാതെ കുറച്ച് വിശ്വാസികൾ മാത്രം എന്ന തരത്തിലേക്ക് ചുരുക്കേണ്ടതല്ല. അത് വിശ്വാസികളും അവിശ്വാസികളും ഒക്കെ ചേരുന്നതാണ് സമൂഹം. ആ സമൂഹത്തിൽ വ്യക്തികളുടെ ജീവിത പ്രശ്നങ്ങളെ കൂടി ആശ്രയിച്ച് നിൽക്കുന്നതാണ് മൈക്ക്. അതിൽ മൈക്ക് പ്രവർത്തിക്കുന്ന ജീവനക്കാരുണ്ട്, മൈക്കിന്റെ ഗുണം ലഭിക്കുന്ന നാട്ടുകാരുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, സ്ഥാപനം തുടങ്ങിയാൽ മൈക്ക് വേണം. ആ മൈക്കിന്റെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്ന നിലപാടിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. പക്ഷെ ആ ഒരു പ്രശ്നം ഉയർത്തി ഇതിനെ വഴിതിരിച്ചുകൊണ്ടോ ശ്രമിക്കണ്ട. ഇനി ഞങ്ങളിവിടെ വന്ന് വിശ്വാസികളുടെ യോഗമാണ്, ഞങ്ങൾ അവിശ്വാസികളാണോ? ഞങ്ങളുടെ വിശ്വാസികളാക്കാനുള്ള മാനദണ്ഡം എന്താണ്? ഏതെങ്കിലും ഒരു വ്യക്തിയാണോ ഞങ്ങൾ വിശ്വാസികളോ അവിശ്വാസികളോ എല്ലാം തരംതിരിക്കുന്നത്? അമ്പലത്തിലെ ഭാരവാഹികൾ മാത്രമാണോ വിശ്വാസികൾ? പൊതുസമൂഹമാകെ വിശ്വാസികളാണ്. മുസ്ലിം പള്ളിയിൽ പോലും മൈക്ക് ഉപയോഗിക്കേണ്ടതല്ലേ? ഹൈന്ദവരുടെ മാത്രം പ്രശ്നമാണോ ഇത്? അപ്പൊ ഇതൊരു പൊതുവായ പ്രശ്നമാണ്. ആ പൊതുവായ പ്രശ്നത്തെ പൊതുവായി കണ്ട് പൊതുവായ രൂപത്തിൽ അതിനെ സംഘടിപ്പിക്കാനും അതിനെ നേരിടാനുമുള്ള താല്പര്യമാണ് കാണിക്കേണ്ടത്. ഇതല്ല, ഇത് മറ്റു ചില താല്പര്യങ്ങളുണ്ട്. ആ താല്പര്യത്തിനോട് ഞങ്ങൾക്ക് യോജിപ്പില്ല. നിങ്ങളുടെ കാര്യമല്ല പറഞ്ഞേ, സുശീലാമ്മയെ പോലുള്ള വിശ്വാസികൾ വരുന്നത് അതല്ല. പക്ഷേ ഇവിടെ മൈക്ക് പ്രവർത്തിപ്പിക്കുന്നത് എല്ലാവരുടെയും ആവശ്യമാണ്. ഈ ക്ഷേത്രത്തിൽ ഇന്ന് ഇന്നലെയല്ല, പണ്ട് മുതലേ മൈക്ക് പ്രവർത്തിക്കുന്നു എല്ലാ ക്ഷേത്രങ്ങളിലും. അതിന് തടസ്സം നിന്നാൽ ആ തടസ്സം നിൽക്കുന്ന ആളെ ഒറ്റപ്പെടുത്താൻ സമൂഹത്തിലെ കൂട്ടായ്മയാണ് വേണ്ടുന്നത്. ആ കൂട്ടായ്മ വളർത്തിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കണം. അല്ലാതെ അങ്ങനെ ഇത്ര നാളൊന്നുമില്ല. ഒരു യോഗം വിളിച്ചാൽ ആ യോഗവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം. ഈ വേദിയിൽ അവർ പറഞ്ഞത് തുടങ്ങിയപ്പോൾ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കാരും ഇവിടെ വേണ്ട, ഹൈന്ദവ സംഘടന മാത്രമല്ല അവർ പറഞ്ഞത്. പക്ഷേ ഇവിടെ ഇരുന്നത് കോൺഗ്രസിന്റെ ജനപ്രതി ഉണ്ടായിരുന്നു,
കോൺഗ്രസ് ഉണ്ടായിരുന്നു, BJP ഉണ്ട്, എല്ലാവരും നിന്നു. പക്ഷേ അവര് 15 ക്ഷേത്രത്തെ ഇവിടെ വിളിച്ചു വരുത്തി. 15 ക്ഷേത്രത്തിലെ ഭാരവാഹികളെ പോലും സംസാരിക്കാൻ അനുവദിക്കാതെ തുടങ്ങിയപ്പോഴേ ഇരിക്കുന്ന പൊതുപ്രവർത്തകരെ അവരെ വിളിക്കണ്ട, ആ കമ്മിറ്റിയിലേക്ക് വിളിക്കണ്ട. പക്ഷേ അവരെ വിളിച്ചിരുത്തി അധിക്ഷേപിച്ചുകൊണ്ട് ഇത് ഹൈജാക്ക് ചെയ്യാൻ അവർ ശ്രമിക്കുന്നത്. പക്ഷെ അത് നടക്കത്തില്ല. ഞാൻ പുള്ളിക്കല ക്ഷേത്രത്തിന്റെ സെക്രട്ടറിയാണ്. കഴിഞ്ഞ മാസം 28-ാം തീയതി ക്ഷേത്രത്തിൽ വെച്ചിരുന്ന അനുവദനീയമായ രീതിയിലാണ് സൗണ്ട് വെച്ചിരുന്നത്. അത് മൊത്തം അയച്ചിറങ്ങി എന്നെ പ്രസിഡന്റിനെ കൊണ്ടുവന്ന് പറഞ്ഞൊന്ന്. ഒരു രാഷ്ട്രീയക്കാരനും ഇതുവരെ ഒരു അമ്പലത്തിന്റെ കാര്യങ്ങൾ ഇടപെട്ടിട്ടില്ല. അനുകൂലമായ ഒരു കാര്യത്തിന് വേണ്ടി ആരും ഇടപെട്ടിട്ടില്ല. 10 പേര് കൂടിയപ്പോ ആളെ കാണിക്കാൻ വേണ്ടി കോട്ടാത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ നടന്ന ആ ഒരു പ്രതിഷേധ സംഘവുമാണ് ഇങ്ങനെയൊരു സംഘർഷത്തിലേക്ക് എത്തിയത്. ക്ഷേത്രങ്ങളിൽ മൈക്ക് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ഒരു വലിയ പ്രതിഷേധം നടത്തിയത്. എന്നാൽ ആ പ്രതിഷേധം നടന്ന സ്ഥലത്ത് പ്രസംഗിച്ച ഒരാൾ ശരിയായ രീതിയിലല്ല പ്രസംഗിച്ചത് എന്ന രീതിയിൽ ഇവിടെയുള്ള മറ്റ് ഒരു കൂട്ടം ആളുകൾ വലിയ പ്രതിഷേധം നടത്തുകയായിരുന്നു. അപ്പോൾ ഇവിടെ ഈ പ്രതിഷേധ പരിപാടി വേദിയിൽ നടക്കുമ്പോഴാണ് ഒരാൾ പ്രസംഗിക്കുമ്പോൾ ആ പ്രസംഗം ശരിയായില്ല, ആ രീതിയിൽ പ്രസംഗിക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് മറ്റൊരു കൂട്ടം ആളുകൾ വലിയ ആക്രോശം വിളിച്ചുകൊണ്ട് വേദിക്കുള്ളിലേക്ക് കടന്നു കയറിയത്. അങ്ങനെ വേദിക്കുള്ളിൽ സ്റ്റേജിനുള്ളിൽ തന്നെ വലിയ സംഘർഷമുണ്ടാവുകയായിരുന്നു. ഭക്തജനങ്ങൾ സംഘടിപ്പിച്ച ആ ഒരു പ്രതിഷേധ സംഘവുമാണ് ഇങ്ങനെയൊരു സംഘർഷത്തിലേക്ക് എത്തിയത്. പിന്നീട് പോലീസ് എത്തി പ്രതിഷേധക്കാരെ അന്വയിപ്പിച്ചു വിട്ടു. അതുകൂടാതെ തന്നെ ഭക്തജനങ്ങൾ ഇവിടെ എത്തിയിരുന്ന ആളുകളെല്ലാം തന്നെ ഇവിടെ നിന്നും പുറത്തേക്ക് പോവുകയായിരുന്നു. തണ്ണീർപന്തൽ ദേവീക്ഷേത്രത്തിലാണ് ഇങ്ങനെയൊരു വലിയ സംഘർഷാവസ്ഥ ഉണ്ടായിരിക്കുന്നത്. ഭക്തജനങ്ങൾ സംഘടിപ്പിച്ച ആ ഒരു പ്രതിഷേധ സംഘവുമാണ് പിന്നീട് ഈ ഒരു സംഘർഷത്തിലേക്ക് എത്തിയത്. ഇപ്പോൾ പ്രതിഷേധക്കാരെ അതുപോലെ തന്നെ ഇവിടെ എത്തിയ ആളുകളെയെല്ലാം പോലീസ് എത്തി പിന്തിരിപ്പിച്ചു വിട്ടിരിക്കുകയാണ്. കോട്ടാത്തല തണ്ണീർപന്തൽ ദേവീക്ഷേത്രത്തിലാണ് ഇങ്ങനെയൊരു പ്രതിഷേധ സംഗമം ഭക്തജന കൂട്ടായ്മ നടത്തിയത്. അത് പിന്നീട് സംഘർഷത്തിൽ എത്തുകയായിരുന്നു. അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകരിലേക്ക് മടങ്ങിയെത്താം. വല്ലാത്ത ചില വാക്കുകൾ കൊണ്ടാണ് സത്യം പറയുന്നത്. എല്ലാവർക്കും ഇപ്പൊ അവൻ വിജയിച്ചില്ലയോ ഈ ചെയ്യുന്ന ആളുകളെ. കോട്ടാത്തല തണ്ണീർപന്തൽ ദേവീക്ഷേത്രത്തിൽ ഭക്തജന കൂട്ടായ്മ സംഘടിപ്പിച്ച ആ ഒരു പ്രതിഷേധ സംഘവുമാണ് സംഘർഷത്തിലേക്ക് എത്തിയത്. പ്രതിഷേധ സംഗമത്തിലെത്തിയ വിവിധ ക്ഷേത്ര ഭാരവാഹികൾ തമ്മിൽ, രാഷ്ട്രീയ കക്ഷികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും തെറിവിളിയും പ്രശ്നങ്ങളും ഉണ്ടാവുകയായിരുന്നു. അങ്ങനെ അവസാനം പ്രതിഷേധക്കാരെ ബന്ധപ്പെട്ട പോലീസെത്തി അന്വയിപ്പിച്ചു വിടുകയായിരുന്നു. കോട്ടാത്തല തണ്ണീർപന്തൽ ദേവീക്ഷേത്രത്തിലാണ് ഇങ്ങനെയൊരു വലിയ പ്രതിഷേധം സംഘർഷത്തിലെത്തിയത്. ക്ഷേത്രങ്ങളിൽ മൈക്ക് പ്രവർത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വലിയ പ്രതിഷേധമാണ് പിന്നീട് പ്രതിഷേധക്കാർ തമ്മിൽ ഉള്ള സംഘർഷത്തിലേക്ക് എത്തിയത്. നാളുകളായി കോട്ടാത്തലയിലും പരിസര പ്രദേശങ്ങളിലും ക്ഷേത്രങ്ങളിൽ മൈക്ക് പ്രവർത്തിച്ചാൽ ഉടനെ തന്നെ പോലീസിനെ വിളിച്ച് വിവരമറിയിക്കുകയും ക്ഷേത്രങ്ങളിലെ ആചാരാനുഷ്ഠാനങ്ങൾ അലങ്കോലപ്പെടുത്തുകയും ചെയ്യുന്ന സാമൂഹ്യ വിരുദ്ധർക്കുള്ള മറുപടിയുമായി എത്തിയ പ്രതിഷേധ സംഗമമാണ് പിന്നീട് സംഘർഷത്തിലെത്തിയത്. പ്രതിഷേധ സംഗമത്തിൽ വിവിധ രാഷ്ട്രീയ, സാമൂഹിക, സാംസ്കാരിക രംഗത്തെ പ്രമുഖർ, ക്ഷേത്ര ഭാരവാഹികൾ ഉൾപ്പെടെ ഉണ്ടായിരുന്നു. ക്ഷേത്ര സ്റ്റേജിൽ നടന്ന പ്രോഗ്രാമിൽ വേദിയിൽ വെച്ച് തന്നെ വേദിയിലിരുന്ന ആൾക്കാർ തമ്മിൽ സംഘർഷത്തിൽ ഏർപ്പെടുകയായിരുന്നു. ഉടനെ തന്നെ ബന്ധപ്പെട്ട പോലീസെത്തി എല്ലാവരെയും അന്വയിപ്പിച്ച് വിടുകയായിരുന്നു. കോട്ടാത്തല തണ്ണീർപന്തൽ ദേവീക്ഷേത്രത്തിൽ നടന്ന ആ ഒരു പ്രതിഷേധ സംഗമത്തിന്റെ തത്സമയ ദൃശ്യങ്ങൾ നമ്മൾ പ്രേക്ഷകരിലേക്ക് പങ്കുവയ്ക്കുകയാണ്. ഇപ്പോൾ വിജയിച്ചതാരാ? ഇപ്പോൾ വിജയിച്ചത് മറ്റാരുമല്ല. ഇപ്പോൾ വിജയിച്ചതാരാന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ പൊന്നു മോനെ വീഡിയോ കാണുന്ന ഒരു 100
കമന്റ് ഇടുന്ന പൊന്നുമോനെ, ഇനി ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നം ഉണ്ടായാലും ഇത് തീരില്ല. ഏതിങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായാൽ പോലും ഇവിടെയുള്ള ഭക്തജനങ്ങൾ ഒറ്റക്കെട്ടായി നിന്ന് നീ കാണിക്കുന്ന ഇതുപോലെയുള്ള സാമൂഹിക പ്രവർത്തനങ്ങൾക്ക് ശക്തമായ മറുപടി നൽകുക തന്നെ ചെയ്യും. അതിൽ യാതൊരു മാറ്റവുമില്ല. കോട്ടാത്തലയിൽ നടന്ന ആ ഒരു പ്രതിഷേധ സംഗമം സംഘർഷത്തിലെത്തിയിരിക്കുന്നു. അങ്ങനെ ബന്ധപ്പെട്ട പോലീസ് എത്തി ഇവിടെ ഉണ്ടായിരുന്ന ആൾക്കാരെയെല്ലാം അനുനയിപ്പിച്ച് വിട്ടിരിക്കുകയാണ്. ഈ ഒരു പ്രതിഷേധ സംഗമം വളരെ ശക്തമായ രീതിയിൽ വലിയ വിജയം തന്നെയായിരുന്നു. പക്ഷേ ഒരാളിൽ നിന്നുമുണ്ടായ ഒരു പ്രസംഗമാണ് ഈ ഒരു സംഘർഷത്തിലേക്ക് എത്തിയത്. സിഐയും കണ്ട് ബോധ്യപ്പെടുത്തിയാണ് ഞങ്ങളെ യോഗം നടത്തിയത്. അപ്പോൾ പ്രതിസന്ധി ഉണ്ടാകുന്നുണ്ട്. അത് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിന്റെ മാത്രം വിഷയമോ ഒരു സമുദായത്തിന്റെ വിഷയമോ ഒരു അമ്പലത്തിന്റെ വിഷയമോ അല്ല, പൊതുവായ വിഷയമാണ്. ആ പൊതുവായ വിഷയത്തെ പൊതുവായി കണ്ട് എല്ലാവരെയും കൂട്ടിയോജിപ്പിച്ച് വേണം ഈ കാര്യത്തെ കാണാൻ എന്നുള്ള നിലപാടാണ് ഞങ്ങളെടുത്തത്. അല്ല, ഞങ്ങൾക്ക് വേറെ ഈ മൈക്ക് പ്രവർത്തിക്കുന്നതിനെതിരായി പ്രവർത്തിക്കുന്ന അവരുടെ സമീപനത്തോട് യോജിപ്പില്ല. അവരെ തിരുത്തണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം. അതിന് സങ്കുചിത്വം വേണ്ട. ആസ്പദമാക്കി എന്തെങ്കിലും രാഷ്ട്രീയ തൽപ്പത്തോടെ ഈ വിഷയത്തെ കാണുകയും വേണ്ട. ശരിയായ രൂപത്തിൽ കണ്ട് എല്ലാവരെയും സംഘടിപ്പിച്ച് ബോധ്യപ്പെടുത്തി തിരുത്തണമെന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ഇപ്പോൾ ഇങ്ങനെ ഒരു ഇങ്ങനെ വേദിയിൽ സമാധാനമായിട്ട് കാര്യങ്ങൾ പൊക്കോണ്ടിരിക്കുക, അതിന്റെ ഇടയ്ക്ക് ഇങ്ങനെ പെട്ടെന്നൊരു ഇതുണ്ടാവാൻ കാര്യം അത് അവിടെ പ്രസംഗിച്ചത് നിങ്ങൾ കേട്ടില്ലേ? രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഇവിടെ ഇരിക്കാൻ അവകാശമില്ല, ഞങ്ങൾ അവരെ ക്ഷണിച്ചിട്ടില്ല. ഇന്നലെ നടത്തിയ അനൗൺസ്മെന്റിൽ രാഷ്ട്രീയ പാർട്ടിക്കാർ ആരും ഇവിടെ വരേണ്ടതില്ല എന്ന് തീരുമാനിച്ചിട്ടുണ്ടോ? പൊതുവായി നടന്ന അനൗൺസ്മെന്റിൽ എല്ലാ വിഭാഗം ജനങ്ങളെയും ക്ഷണിച്ചുകൊണ്ടല്ലേ നടത്തിയത്. അവിടെ വരുന്ന എല്ലാ വിഭാഗം ആൾക്കാരെയും ഉൾക്കൊണ്ടുവേണ്ട ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കേണ്ടത്. അല്ലാതെ പ്രത്യേകമായ ആരുടെയെങ്കിലും ഒരു താല്പര്യപ്രകാരം അല്ലല്ലോ ഇത് സംഘടിപ്പിക്കപ്പെടേണ്ടത്. ഇതൊരു പൊതുവായ വിഷയമാണ്. ആ പൊതുവായ താല്പര്യത്തെ മുൻനിർത്തിക്കൊണ്ട് തന്നെ ഇതിനെ സമീപിക്കണമെന്നുള്ളതാണ് ഞങ്ങളുടെ സ്റ്റാൻഡ്. ഞങ്ങളും ഇതിന് അനുകൂലമാണ്, മറ്റ് പ്രവർത്തിക്കണമെന്നുള്ള അഭിപ്രായക്കാരാണ്. കോട്ടാത്തല തണ്ണീർപന്തൽ ദേവീക്ഷേത്രത്തിലായിരുന്നു ഇങ്ങനെ ഒരു പ്രതിഷേധ സംഗമം നടത്തിയത്. പ്രതിഷേധ സംഗമത്തിൽ ഒരാളിൽ നിന്നും ഉണ്ടായ ഒരു വാക്കുകൾ, അത് വ്യക്തതയില്ലാത്ത വാക്കുകളാണ്, അത് മോശമായ വാക്കുകളാണ് എന്നുള്ള ആ ഒരു കാരണത്താലാണ് ഇപ്പോൾ വലിയ ഒരു പ്രതിഷേധം തന്നെ കോട്ടാത്തലയിൽ ഒരു വിഭാഗം ആൾക്കാരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. CPM-ന്റെ ആൾക്കാരാണ് ഇപ്പോൾ ശക്തമായ രീതിയിൽ ആ ഒരു പ്രസംഗത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർത്തുന്നത്. കോട്ടാത്തല തണ്ണീർപന്തൽ ദേവീക്ഷേത്ര അതുപോലെ തന്നെ മറ്റ് വിവിധ ക്ഷേത്രങ്ങളിൽ നിന്നുമുള്ള ഭാരവാഹികളെ ഉൾപ്പെടുത്തിക്കൊണ്ടായിരുന്നു പ്രതിഷേധം നടത്തിയത്. പക്ഷേ ആ പ്രതിഷേധം പിന്നീട് ഈ ഒരു സംഘർഷത്തിലേക്ക് എത്തുകയായിരുന്നു. പ്രതിഷേധം വിജയിച്ചുവെങ്കിലും അവസാനം ഈ വേദിയിൽ വെച്ചുള്ള ആ ഒരു പ്രസംഗം പിന്നീട് വലിയ ഒരു സംഘർഷത്തിലേക്ക് എത്തുകയായിരുന്നു. കോട്ടാത്തല തണ്ണീർപന്തൽ ക്ഷേത്രത്തിലാണ് ഇങ്ങനെയൊരു വ്യത്യസ്തമായ പരിപാടി നടത്തിയത്. കാരണം ഹൈന്ദവ സമൂഹത്തിൽ ഉണ്ടാകുന്ന ഈ കോട്ടാത്തലയിലും പരിസരപ്രദേശത്തിലും ഉണ്ടാകുന്ന ആ ഒരു ബുദ്ധിമുട്ടുകളുമായി ബന്ധപ്പെട്ട് ഹൈന്ദവ വിശ്വാസികൾക്ക് നേരെയുള്ള ആ ഒരു സാമൂഹ്യ വിരുദ്ധരുടെ കടന്നുകയറ്റവുമായി ബന്ധപ്പെട്ടാണ് പ്രതിഷേധം നടത്തിയത്. പ്രതിഷേധം പിന്നീട് ഇങ്ങനെയൊരു വിഷയത്തിലേക്ക് പോവുകയായിരുന്നു. പോലീസ് എത്തിയാണ് ഇവിടെ ഉണ്ടായിരുന്ന ആളുകളെയെല്ലാം പുറത്തേക്ക് വിട്ടത്. അവസാനം വേദിയിലിരുന്ന ആൾക്കാരെ ഉൾപ്പെടെ പുറത്തേക്ക് വിടുകയായിരുന്നു. പോലീസിന്റെ ആ ഒരു കൃത്യമായ ഇടപെടൽ മൂലം സംഘർഷത്തിന് അയവ് വന്നിരിക്കുന്നു. ഇവിടെയുള്ള എല്ലാവരുടെയും ആവശ്യമാണ്. കാരണം വിവിധ ക്ഷേത്രങ്ങളിൽ മൈക്ക് പ്രവർത്തിച്ചാൽ ഉടനെ തന്നെ പോലീസിനെ വിവരമറിയിച്ച് ക്ഷേത്രങ്ങളിലെ വിശേഷങ്ങൾ അലങ്കോലപ്പെടുത്തുന്നതായിരുന്നു ഈ രണ്ട് സാമൂഹ്യ വിരുദ്ധ ദ്രോഹികളുടെ രീതി. ആ സാമൂഹ്യ വിരുദ്ധ ദ്രോഹികൾക്കുള്ള ശക്തമായ താക്കീതാണ് ഇപ്പോൾ നൽകിയത്. എന്നാൽ ആ താക്കീതിന് ഒടുവിൽ അവസാനം അത് ആ ഒരു വേദിയിൽ വെച്ച് ചില വാക്കുകൾ മൂലം രണ്ട് കൂട്ടർ തമ്മിൽ സംഘർഷത്തിലേക്ക് എത്തുകയായിരുന്നു. കോട്ടാത്തല തണ്ണീർപന്തൽ ദേവീക്ഷേത്രം അതുപോലെ തന്നെ കോട്ടാത്തല ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം ഉൾപ്പെടെയുള്ള ക്ഷേത്രങ്ങളിൽ നിന്നുള്ള ഭാരവാഹികളും അതുപോലെ തന്നെ ഭക്തരുമാണ് എത്തിയത്. എന്നാൽ പരിപാടി പൂർത്തീകരിക്കുവാൻ കഴിഞ്ഞില്ല. അപ്പോൾ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും പ്രേക്ഷകരിലേക്ക് മടങ്ങിയെത്താം.